Okay. Hi, hello. Welcome to A for Education, India's first happy learning ecosystem. So, hi guys. എൻ്റെ പേര് ഫാത്തിമ സുഹറ. ഞാൻ ഹിസ്റ്ററിയിൽ JRF ഹോൾഡർ ആണ്. ഇവിടെ ഐഫറിന്റെ ഹിസ്റ്ററിയുടെ ഫാക്കൽറ്റി ആണ്. പ്ലസ് മർക്കസ് യൂണിവേഴ്സിറ്റിയിലും ഹിസ്റ്ററിയുടെ ഫാക്കൽറ്റി ആണ്. സോ ദാറ്റ്സ് അബൌട്ട് മീ. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഹിസ്റ്ററി UGC നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വെബിനാർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ബിഫോർ സ്റ്റാർട്ടിങ് ക്യാൻ ഐ നോ വാട്ട്സ് യുവർ സ്റ്റാറ്റസ്? ലൈക്ക് നിങ്ങൾ ഇതിന് മുന്നേ നെറ്റ് എക്സാം എഴുതിയവരാണോ, അല്ല ആദ്യമായിട്ട് നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രഷേഴ്സ് ആണോ, എന്താണെന്നുള്ളത് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ആണ് നെറ്റ് ക്വാളിഫൈ ചെയ്ത് JRF വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പിന്നെ എക്സാം അറ്റൻഡ് ചെയ്തിട്ടും ട്രൈ ചെയ്തിട്ടും PhD ക്വാളിഫൈഡ് ആൾക്കാരുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ എന്നുള്ളത് എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ്, ഏത് രീതിയിൽ പഠിച്ചാലാണ് PhD ഉള്ളവർക്ക് നെറ്റിലേക്കും JRF അല്ലെങ്കിൽ നെറ്റ് ഉള്ളവർക്ക് JRF എത്താൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങള് ബിഫോർ സ്റ്റാർട്ടിങ് നമ്മുടെ ഒരു ഡിസംബർ 2024 ഒരു റിസൾട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ ഐഫറിനെ സംബന്ധിച്ച് വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം പ്രൗഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഐഫർ ഈ ഒരു വർഷം നേടിയിട്ടുള്ളത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഹിസ്റ്ററിയിലും നമ്മൾ ഇതുവരെ ഇല്ലാത്ത ഒരു റിസൾട്ടാണ് ഈ ഡിസംബർ 2024 നേടിയിട്ടുള്ളത്. നമുക്ക് 561 നെറ്റും 64 JRF ഈ ഒരു വർഷം ഈ ഒരു ഡിസംബർ 2024 ടേമിൽ നേടാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു വെബിനാറിലേക്ക് കടക്കാം. സോ നിങ്ങൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പും നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന നമ്മുടെ ഒരു വില്ലൻ എന്നുള്ളത് ആ ഒരു പ്രോകാസ്റ്റിനേഷൻ എന്നുള്ളതാണ്. ലൈക്ക് നമുക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടാവും, പക്ഷെ ഏതായാലും ഇന്നൊരു വ്യാഴാഴ്ച ആയില്ലേ, നെക്സ്റ്റ് മൺഡേ തൊട്ട് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ നമ്മളൊരു 11 മണിക്കൊക്കെയാണ് ഫ്രീ ആണെങ്കിൽ ഏതായാലും ഇന്നൊരു ടൈം ആയില്ലേ, നാളെ തൊട്ട് രാവിലെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ ഒരു പ്രോകാസ്റ്റിനേഷൻ അല്ലെങ്കിൽ പിന്നീടിലേക്കുള്ള നീട്ടിവെച്ചാണ് പല കോമ്പറ്റേറ്റീവ് എക്സാമിനും നമ്മൾ എന്ത് ചെയ്തണ്ടേ, ഇതിനു മുന്നേ ഈ ഒരു ലൂപ്പിൽ നിന്ന് രക്ഷപ്പെട്ടാണ്. ശരിക്കും നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു ഫാക്ട് എന്നുള്ളത്, നിങ്ങൾ UGC നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന കാലത്തോളം നിങ്ങളൊരു ചക്രവ്യൂഹത്തിലാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ലൂപ്പിലാണ്. ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് കടക്കുക എന്നുള്ളത് എത്രയും പെട്ടെന്ന് JRF നേടുക എന്നുള്ളതാണ്. സോ എത്രയും പെട്ടെന്ന് JRF നേടാൻ നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവേണ്ടത് നിങ്ങൾക്ക് അതിനുള്ളൊരു മനസ്സാണ്. അതിനുള്ളൊരു മനസ്സ് മീൻസ് നിങ്ങൾ ഈ ഒരു പ്രോകാസ്റ്റിനേഷൻ എന്നുള്ളത് നീട്ടി വെച്ച് അത് പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ നാളെ ചെയ്യാം, പിന്നെ ഏതായാലും വെനസ്ഡേ ആയല്ലോ, നെക്സ്റ്റ് മൺഡേ തൊട്ട് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന് ഏതായാലും മാസത്തിന്റെ ഒരു 22-ാം തീയതി ആയല്ലോ, നെക്സ്റ്റ് മന്തിൽ 1-ാം തീയതി തൊട്ട് ഞാൻ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു തോട്ട് അല്ലേ നമുക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ? ഈ ഒരു തോട്ട് നിങ്ങൾ ആദ്യം മാറ്റിവെക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത്. സോ ഇതൊരു ചൈനീസ് പാഞ്ചൊല്ലാണ്, ഒരു കാര്യം ചെയ്യാനുള്ള ഏറ്റവും നല്ല ടൈം എന്നുള്ളത് അത് കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ഏറ്റവും നല്ല സമയം എന്നുള്ളത് നൗ ആണ്. ഓക്കെ, സോ ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിന് വേണ്ടിയിട്ടൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ തുടങ്ങുക, ഈ ഒരു സമയത്തെ നിങ്ങൾ പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ എങ്ങനെയാണ് ഐഫറിന്റെ ഒരു സക്സസ് സ്ട്രാറ്റജി എന്നുള്ളത്, ശരിക്കും എങ്ങനെ പഠിച്ചാലാണ് ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് നെറ്റും JRF ക്ലിയർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇനി തൊട്ട് അങ്ങോട്ട് പറയാൻ പോകുന്നത്. സോ അതിന് മുന്നേ മറ്റൊരു ഡിസ്ക്ലൈമർ കൂടി തരാം. ഐ എം ഓൾസോ ഐഫറേറ്റ്. ഞാനും ഐഫറിന്റെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. ഡിസംബർ 2023 ബാച്ചിലേക്കായിരുന്നു ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. അതെന്റെ ഫസ്റ്റ് ഒരു ഫ്രഷർ ആയിട്ടായിരുന്നു ഞാൻ ഐഫറിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അതിന് മുന്നേ നെറ്റ് എക്സാം ഒന്നും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈവൻ എന്റെ PG പോലും കംപ്ലീറ്റ് ആയിട്ടുണ്ടായില്ല. ഞാൻ സെക്കൻഡ് ഇയറിനാണ് ഐഫറിൽ ജോയിൻ ആവുന്നത്. സോ ഡിസംബർ 2023 ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്, JRF ക്ലിയർ ചെയ്തിട്ടുമുണ്ട്. സോ ഇതിനൊക്കെ ഭയങ്കരമായിട്ടുള്ള എന്നെ സഹായിച്ച ഒരുപാട് ഘടകങ്ങളുണ്ട് എന്റെ പ്രിപ്പറേഷനിൽ. അതിപ്പം ഐഫറിന്റെ ഭാഗത്തു നിന്നാലും ഞാനായാലും വിട്ട ഒരുപാട് ഇൻപുട്സുകളുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഡിസംബറിലാണ് ഐഫറിന്റെ ഒരു സക്സസ് സ്ട്രാറ്റജി, എങ്ങനെയാണ് ഐഫറിൽ ഇത്ര റിസൾട്ട് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെ പഠിച്ചിട്ടാണ് ഐഫറിന്റെ സ്റ്റുഡൻസ് ഈ ഒരു നെറ്റ് JRF ക്ലിയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ആ ഒരു സീക്രട്ട് ആണ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. സോ അതിന് മുന്നേ നമുക്ക് ഒരു എക്സാമിന്റെ ഡിസംബർ 2024 നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി എന്നുള്ള ആ ഒരു സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള സിലബസിന്റെ ഏത് ഏരിയന്ന് ചോദിക്കാൻ മാത്രമുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട്
പൊതുവെ പലർക്കും നെറ്റ് ക്രാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്ന സബ്ജക്റ്റ് ആണ് ഹിസ്റ്ററി. എന്നിട്ട് പോലും നമ്മൾ 18 നെറ്റും 2 JRF-ഉം ഈ ഒരു ഡിസംബർ 2024 ടേമിൽ മാത്രം ഹിസ്റ്ററിയിൽ നേടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, കാര്യത്തിലേക്ക് കിടക്കാം. എന്താണ് UGC നെറ്റ് അല്ലെങ്കിൽ JRF എക്സാം എന്നുള്ളത്? സോ NTA എന്നുള്ള എക്സാമിനേഷൻ ബോഡി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കണ്ടക്ട് ചെയ്യുന്ന എക്സാം ആണ് UGC നെറ്റ് എക്സാം എന്നുള്ളത്. സോ ഈ UGC നെറ്റ് എക്സാമിന് 3 ലെയറിലേക്കാണ് എക്സാം നടത്തുന്നത്, അല്ലെങ്കിൽ 3 ക്വാളിഫിക്കേഷൻസിലേക്കാണ് എക്സാം നടത്താൻ പോകുന്നത്. ഒന്ന് എന്നുള്ളത് JRF എന്നുള്ളതാണ്, JRF വിത്ത് അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് PhD എന്നുള്ളത്. മറ്റൊന്ന് നെറ്റ് ആൻഡ് PhD എന്നുള്ളത്. പിന്നൊന്ന് PhD ഉള്ളി എന്നുള്ളത്. ഓക്കെ, സോ ആ ടോപ്പ് ഒരു എക്സാം നടത്തി കഴിഞ്ഞാൽ ആ ടോപ്പിലുള്ള ഒരു 1%, അപ്രോക്സിമേറ്റ് 1% ആണ് JRF ക്ലിയർ ചെയ്യുക. അപ്രോക്സിമേറ്റ് ഒരു 6% ആണ് നെറ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ടാലി എന്നുള്ളത്. സോ എന്തിനാണ് എക്സാം എന്നുള്ളത് നോക്കിയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തിനാണ് എക്സാം എന്ന് നോക്കിയാൽ, എന്തിനാണ് എക്സാം? ഇന്ത്യയിലെ വേരിയസ് യൂണിവേഴ്സിറ്റീസിലേക്കുള്ള, ഹയർ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സെന്ററുകളിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ ക്വാളിഫിക്കേഷനിലേക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ റിസർച്ചിനെ നിങ്ങളെ എയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെലോഷിപ്പ് എന്നുള്ള ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ക്വാളിഫിക്കേഷനിലേക്കാണ് മെയിൻ ആയിട്ട് നെറ്റ് എക്സാം എഴുതുന്നത്. ഓക്കെ, സോ ആ ഒരു ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മന്ത്ലി നിയർലി 40,000 വരുന്ന ഒരു സ്റ്റൈപ്പൻഡ് ഒരു 5 വർഷക്കാലത്തേക്ക് അവർക്ക് അവരുടെ PhD ജേർണിയെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവും. അതുകൂടാതെ HRA, പിന്നെ ട്രാവൽ അലോവൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നിങ്ങൾ നെറ്റാണ് ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റീസിലും അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള ഒരു മിനിമം ക്വാളിഫിക്കേഷൻ നിങ്ങൾ നേടി എന്നുള്ളതാണ്. ഓക്കെ, സോ എക്സാമിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ, എക്സാമിന് 2 പേപ്പേഴ്സ് ആണുള്ളത്. എക്സാമിന് 2 പേപ്പേഴ്സ് ആണുള്ളത്. നമ്മുടെ പേപ്പർ എന്താണ്? ഒന്ന് പേപ്പർ 1 ആണ്. പേപ്പർ 1 വിച്ച് മീൻസ് ജനറൽ പേപ്പർ. ഈ പേപ്പർ UGC നെറ്റ് എക്സാമിന് കീഴിലുള്ള എല്ലാ ആൾക്കാർക്കും സെയിം ആയിരിക്കും. അത് ഹിസ്റ്ററി എഴുതുന്നവരെ സംബന്ധിച്ചും, പൊളിറ്റിക്സ് ആണ് എഴുതുന്നെങ്കിലും, എക്കണോമിക്സ് ആണ് എഴുതുന്നെങ്കിലും, വാട്ട് എവർ സബ്ജക്ട് ഏതാണോ, ഈ പേപ്പർ 1 എന്നുള്ളത് ജനറൽ പേപ്പർ ആണ്. ആൻഡ് പേപ്പർ 2 എന്നുള്ളത് നമ്മുടെ പേപ്പറാണ്. ഇവിടെ ഹിസ്റ്ററിയാണ് പേപ്പർ 2 ആയിട്ട് വരിക. ഈ പേപ്പർ 1 ആയിട്ടുള്ള ജനറൽ പേപ്പറിന് നമുക്ക് ഉണ്ടാവുക 50 ക്വസ്റ്റ്യൻസ് ആണ്, 50 ക്വസ്റ്റ്യൻസ് ആണ്. 50 ക്വസ്റ്റ്യൻസ് 2 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. അങ്ങനെ ടോട്ടൽ 100 മാർക്കാണ് പേപ്പർ 1 എന്നുള്ളത്. ഓക്കെ, ആൻഡ് പേപ്പർ 2 ആയിട്ട് ഹിസ്റ്ററിന്ന് 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 100 ക്വസ്റ്റ്യൻസ് 2 മാർക്കിനാണ് ഉണ്ടാവുക. അങ്ങനെ ടോട്ടൽ 200 മാർക്സിനാണ് പേപ്പർ 2 ഉണ്ടാവാറ്. അപ്പൊ ഹോൾ ടുഗദർ 300 മാർക്സിനാണ് നെറ്റ് എക്സാം നടക്കുക. എക്സാം നമ്മളൊരു കമ്പനിയിലുള്ള ആവശ്യത്തിനെല്ലാം നമുക്ക് പറ്റൂല. പിന്നെ നാസി, ഉനൈസ്, പിന്നെ അങ്ങനെ ഒരു ടീം സേഫ് സാർ വേറില്ല. അന്നേരം അങ്ങനെയാണല്ലോ പൊതുവെ. തൽക്കാലത്തേക്ക് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്താൽ മതി കേട്ടോ. സോ ഇതാണ് 300 മാർക്സിനാണ് ഹോൾ ടുഗദർ. സോ നമുക്ക് നെക്സ്റ്റ് ചോദ്യം, ഈ 300 മാർക്കിൽ എത്ര കിട്ടിയാൽ നിങ്ങൾ സേഫ് ആയി, അല്ലെങ്കിൽ എത്ര കിട്ടിയാൽ നിങ്ങൾക്ക് നെറ്റ് കിട്ടാം എന്നുള്ളതൊക്കെ ആയിരിക്കും നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നത്. സോ കട്ട് ഓഫ് എന്നുള്ളത് ഓരോ വർഷത്തെയും എക്സാം എഴുതിയ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ചിട്ടും എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവലിനനുസരിച്ചും നിങ്ങൾ ഏത് കാറ്റഗറിയിൽ ബിലോങ് ചെയ്യുന്നു എന്നതിനനുസരിച്ചും, സോറി ഗൈസ് ഇവിടെ കറണ്ട് പോയി. ഓക്കെ, എനിവേ ലെറ്റ്സ് കണ്ടിന്യൂ. എക്സാം നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചിട്ടൊക്കെയാണ് ഈ ഒരു കട്ട് ഓഫ് എന്നുള്ളത് വേരി ആവും. ഓക്കെ, സോ അപ്രോക്സിമേറ്റ് നിങ്ങളൊരു ജനറൽ കാറ്റഗറിയിലാണ് എന്നുള്ളതെങ്കിൽ നിങ്ങളൊരു നെറ്റ് ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 190 ഒക്കെ സേഫ് സ്കോർ ആയിരിക്കും. JRF-ലേക്ക് ആണെങ്കിൽ, എക്സാം കുറച്ച് ലിബറൽ ഒക്കെ ആണെങ്കിൽ ഒരു 196 അല്ലെങ്കിൽ 200 ഒക്കെ ആയിരിക്കും വേണ്ടി വരിക. സോ ഇതാണ് ഏകദേശം ഒരു റേഞ്ച് എന്നുള്ളത്. ഇതൊരിക്കലും പെർമനന്റ് അല്ല. എക്സാമിന് എന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ഒട്ടുമിക്ക കോമ്പറ്റേറ്റീവ് എക്സാമിനും ഇത് തന്നെയാണ് നാച്ചുറൽ. എന്താണ്, ആ ഒരു കട്ട് ഓഫ് എക്സാം കഴിഞ്ഞ് എവാലുവേഷൻ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, നിർണ്ണയിക്കപ്പെടുക എന്നുള്ളതാണ്. ഇനി ഇതാണ് എക്സാമിന്റെ ഒരു സ്ട്രക്ചറും എക്സാമിന്റെ ഒരു പാറ്റേണും, അല്ലെങ്കിൽ എന്തിനാണ് ഒരു എക്സാം, എന്താണ് ഒരു എക്സാം എന്നുള്ളത് പറയാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് നോക്കാം. സോ നിങ്ങൾ ചോദിക്കുന്നതാണ്, ഓക്കെ നമുക്കിപ്പോൾ UGC നെറ്റ് എക്സാമിന്റെ പാറ്റേൺ ഒക്കെ മനസ്സിലായിട്ടുണ്ട്, ഇനി നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ആദ്യം നിങ്ങൾ തുടങ്ങേണ്ടത് സിലബസിൽ നിന്നാണ്. സിലബസ് ഡൗൺലോഡ് ചെയ്യുക. സിലബസ് ഒരു പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ പ്രിന്റ് ഔട്ട് എടുക്കുക. സിലബസ് ഒരു ദിവസം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ 2 ദിവസങ്ങളിൽ സിലബസ് മാത്രം വായിച്ചാൽ മതി.
സിലബസിനെ പറ്റി തറോ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷന് മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ്. ബിക്കോസ് എന്താണ്, എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് ആദ്യം നമുക്ക് ഉണ്ടാവേണ്ട ഒരു ബേസിക് നോളജ്. എന്താണ് നമ്മൾ പഠിക്കേണ്ടത്, ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നെറ്റ് ക്രാക്ക് ചെയ്യാൻ, JRF ക്രാക്ക് ചെയ്യാൻ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക സിലബസ് ആണ്. സിലബസ് എപ്പോഴും ഒരു ബ്രോഡ് ആയിട്ടുള്ള അതൊരു ഓവർവ്യൂ ആയിരിക്കും തരിക. ഇന്നതിന്റെ അണ്ടറിലൊക്കെ ചോദിക്കും. ഇന്നതിന്റെ അണ്ടറിൽ ഏത് സ്പെസിഫൈ ചെയ്ത് പഠിക്കണം എന്നുള്ളതിനെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ സിലബസും PYQസും ഒരുമിച്ച് വെച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സോ ഇതൊരു ഹോളി സാധനം പോലെയാണ്. ലൈക്ക് ഓരോ റിലീജിയനും അവരുടെ ഒരു ഹോളി സ്ക്രിപ്ചേഴ്സ് ഉണ്ടാവുമല്ലോ. റിലീജിയൻ വിശ്വസിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഭയങ്കര ബഹുമാനിച്ചും സ്നേഹിച്ചൊക്കെ കൊണ്ട് നടക്കുന്ന സാധനം. അങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമ്മുടെ ഖുർആനും നമ്മുടെ ബൈബിളും നമ്മുടെ രാമായണൊക്കെ എന്താണ്, സിലബസും PYQs ആണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻ ത്രൂ ഔട്ട് എന്തുണ്ടാവണം, ഇത് രണ്ടും ഉണ്ടാവണം എന്നുള്ളതാണ്. ഇത് രണ്ടും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്തും ഇത് രണ്ടും ഒരുമിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ എന്താണുള്ളൂ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഹിസ്റ്ററിയുടെ സിലബസ് നോക്കാം. സോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിസ്റ്ററിന്ന് 200 മാർക്സ് ആണ് വരിക എന്നുള്ളത്. 200 മാർക്സ് 10 യൂണിറ്റ്സ് ആണ് ഹിസ്റ്ററിയുടെ സിലബസിൽ ഉണ്ടാകുന്നത്. അതിൽ ആദ്യത്തെ 3 യൂണിറ്റ് എന്നുള്ളത് ആൻഷ്യന്റ് ഇന്ത്യയെ ബേസ് ചെയ്തിട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നെറ്റ് എക്സാമിന് വേൾഡ് ഹിസ്റ്ററി ഇല്ല, അതുപോലെ തന്നെ കേരള ഹിസ്റ്ററി ഇല്ല. ഇതല്ലാത്ത ഇന്ത്യൻ ഹിസ്റ്ററിയും പിന്നെ ഹിസ്റ്റോറിക്കൽ മെത്തേഡ്സും ഹിസ്റ്റോറിയോഗ്രഫിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ആൻഷ്യന്റ് ഇന്ത്യനെ ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഒന്നാമത്തേൽ മോസ്റ്റ് പ്രോബബ്ലി ആൻഷ്യന്റ് ഇന്ത്യയുടെ സോഴ്സസ് ആണ്. നമുക്കറിയാം അന്ന് എന്താണ്, അവർ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ആയതുകൊണ്ട് തന്നെ റിട്ടേൺ സോഴ്സസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ആർക്കിയോളജിക്കൽ സോഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്. സോ അതും റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളും പിന്നെ ഹാരപ്പൻ സിവിലൈസേഷൻ ആണല്ലോ നമ്മൾ ആ ഒരു തുടങ്ങും നൈറ്റ്. അതിന് മുന്നേ നമുക്ക് എന്തുണ്ട്, സ്റ്റോണേജ് പഠിക്കാനുണ്ട്, ചാൽക്കോളിത്തിക് മീസോളിത്തിക് ഒക്കെ കുറച്ച് പഠിക്കാനുണ്ട്. പിന്നെ ഹാരപ്പയും തുടങ്ങി, പിന്നെ വേദാസ്. ഇതാണ് ഒന്നാമത്തെ യൂണിറ്റിൽ വരുന്നത്. രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്നത് ആ ഒരു മഹാജനപദാസിന്റെ എമർജൻസിന് ശേഷം പിന്നീട് മഹാജനപദാസിൽ മൗര്യാസ് എമർജന്റ് ആയിട്ട് വരുന്നതും പിന്നെ ഗുപ്ത പോലെയുള്ള ആ ഒരു ഹർഷ പോലെയുള്ള ആ ഒരു ആൻഷ്യന്റ് കാലഘട്ടത്തിലെ പവർഫുൾ ഡൈനാസ്റ്റീസ് ആണ് രണ്ടാമത്തെ യൂണിറ്റ് പഠിക്കാനുള്ളത്. മൂന്നാമത്തെ യൂണിറ്റിൽ റീജിയണൽ കിങ്ഡംസ്, മെഡീവൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരുപാട് കിങ്ഡംസ് ആണ് പഠിക്കാനുള്ളത്. ഈ മൂന്നും ആൻഷ്യന്റ് ഇന്ത്യനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ മൂന്നാമത്തെ യൂണിറ്റ് തീരുന്നത് അറബി ഇൻവേഷൻസിലാണ്. അറബി ഇൻവേഷൻസ് മീൻസ് 712 കാസിമിന്റെ ഇൻവേഷൻ, സിന്ധ് ആക്രമണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. 712 ദാഹിർ ഭരിക്കുന്ന കാലത്ത് ആര് വരുന്നുണ്ട്, മുഹമ്മദ് ഖാസിം വരുന്നുണ്ട്. ഇതിന്റെ സോഴ്സ് ഏതാണ്, ഏതിലാണ് ഇത് പറയുന്നത്? ഇങ്ങനെ 712 സിന്ധാക്രമണം ഉണ്ടായി. സിന്ധാക്രമണം ഉണ്ടാകുമ്പോൾ ദാഹിറായിരുന്നു രാജാവ് എന്നുള്ളതും എന്താണ് ഖാസിം ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ പറയുന്ന ആ ഒരു ഹിസ്റ്റോറിക്കൽ ബുക്ക് ഏതായിരുന്നു? എനിബഡി? ചാച്ചനാമയാണ് കേട്ടോ. ചാച്ചനാമ എന്നുള്ള ബുക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒറിജിനൽ അറബിക് ബുക്ക് ആയിരുന്നു. എന്ത് ചെയ്തു, അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് പേർഷ്യൻ വേർഷൻ 12ാം നൂറ്റാണ്ടിൽ അലി കൂഫി എഴുതിയുണ്ടാക്കിയതാണ്. ആ ഒരു 12ാം വേർഷൻ ചാച്ചനാമയെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു അറബി ഇൻവേഷൻ പറ്റി നമ്മൾ പഠിക്കുന്നത്, സിന്ധാക്രമണമൊക്കെ പഠിക്കുന്നത്. അതോടെ നമ്മൾ ആൻഷ്യന്റ് ഇന്ത്യ കഴിഞ്ഞു മെഡീവൽ ഇന്ത്യയിലേക്ക് കടന്നു. 4ഉം 5ഉം 6ഉം യൂണിറ്റുകൾ നമ്മൾ മെഡീവൽ ഇന്ത്യ നമുക്ക് പഠിക്കാനുള്ളത്. 4, 5, 6. അതിൽ 4ാമത്തേല് മെഡീവൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ്. അപ്പൊ മെഡീവൽ ഇന്ത്യയിൽ ആരാണ് ഭരിച്ചിട്ടുള്ളത്? നമുക്കറിയാം ആരൊക്കെയാണ്. മെയിനായിട്ട് ആദ്യം വരുന്നത് ഡൽഹി സൽത്തനേറ്റ് ആണ്. കാസിമിന് ശേഷം പിന്നീട് ഒരു പവർഫുൾ ഇൻവേഷൻ നടക്കുന്നത് ഗസ്നിയുടേതാണ്, മഹ്മൂദ് ഓഫ് ഗസ്നി. അതിനുശേഷം പിന്നീട് മുഹമ്മദ് ഘോരി വരുന്നു. മുഹമ്മദ് ഘോരിയുടെ ആ ഒരു ഇൻവേഷനും ഘോരി ഇന്ത്യയിൽ 2ാം തറൈൻ യുദ്ധത്തിൽ വിജയിക്കുന്നതും അതിനുശേഷം 1194 ബാറ്റിൽ ഓഫ് ചന്ദ്വാറിൽ വിജയിക്കുന്നതോടു കൂടിയാണ് ഇന്ത്യയിൽ ഒരു ഇൻഡിപെൻഡന്റ് സൽത്തനേറ്റ് രൂപീകരിക്കാനുള്ള ഒരു ഗ്രൗണ്ട് ഒരുങ്ങിയത്. അതിനുശേഷം പിന്നീട് എന്താണ്, ഇന്ത്യയിൽ സൽത്തനേറ്റിന്റെ ഭരണം നടക്കുന്നു. സൽത്തനത്തിന് ശേഷം പിന്നീട് മുഗൾസിന്റെ ഭരണം നടക്കുന്നു. അതൊക്കെ പിന്നെ അത് സമാന്തരമായിട്ട് സമയത്ത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഒക്കെ സമയത്ത് തന്നെ സൗത്ത് ഇന്ത്യയിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഏതൊക്കെ ഡൈനാസ്റ്റീസ് വരുന്നുണ്ട്? വിജയനഗരാസ് വരുന്നുണ്ട് 1336, ബാമണീസ് വരുന്നുണ്ട് 1347. ഇതാണ്. പിന്നെ അതുപോലെ തന്നെ മറാത്താസിന്റെ എമർജൻസി നടക്കുന്നത്. ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ മീഡിയവൽ ഹിസ്റ്ററിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. 5ാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ ഡൽഹി സുൽത്തനേറ്റും മുഗൾസും വിജയനഗരാസും ബാമണീസും മറാത്താസും ഒക്കെ എങ്ങനെയാണ് ആ ഒരു കാലഘട്ടത്തിൽ എക്കണോമിക് സ്ട്രക്ചേഴ്സും അഡ്മിനിസ്ട്രേഷൻസും ഒക്കെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നടപ്പിലാക്കിയത് എന്നതാണ് 5ാമത്തെ യൂണിറ്റിൽ. ഓക്കെ,
സോ 4ാമത്തെ യൂണിറ്റ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി പറയുന്നു. 5ാമത്തെ യൂണിറ്റിൽ ആ പറയപ്പെട്ട പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിലെ ഡൈനാസ്റ്റീസിന്റെ എക്കണോമിയും അഡ്മിനിസ്ട്രേഷനും ബാക്കി അഗ്രികൾച്ചറും ഒക്കെ പറയുന്നു. 6ാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ അത് സംവാട്ട് മോർ കൾച്ചറൽ സാധനമാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. മെഡിവൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് റിലീജിയസ് മൂവ്മെന്റ്സ് ഉണ്ട്. ഭക്തി മൂവ്മെന്റ്, സൂഫി മൂവ്മെന്റ് അല്ലെ, അതും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൽത്തനേറ്റിന്റെ കീഴിൽ അല്ലെങ്കിൽ മുഗൾസിന്റെ കീഴിൽ ഉണ്ടായിരുന്ന പെയിന്റിങ്, മ്യൂസിക്, ആർക്കിടെക്ചർ, മിഡീവൽ ആർക്കിടെക്ചർ ഒക്കെയാണ് നമുക്ക് 6ാമത്തെ യൂണിറ്റ് പഠിക്കാനുള്ളത്. സോ 4ഉം 5ഉം 6ഉം മിഡീവൽ ആണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി 7, 8, 9 ഈ 3 യൂണിറ്റ്സ് മോഡേൺ ഇന്ത്യയെ ബേസ് ചെയ്തിട്ടാണ്. മോഡേൺ ഇന്ത്യ നമുക്ക് 7th യൂണിറ്റിൽ ആയ യൂറോപ്യൻസിന്റെ ആഗമനം, അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ്, പോർച്ചുഗീസിന് ആദ്യമായിട്ട് വാസ്കോഡ ഗാമ വരുന്നത് മുതൽ പിന്നെ നമുക്ക് പഠിക്കാനുണ്ട്. വാസ്കോഡ ഗാമ ശേഷം പിന്നെ വരുന്ന ഓരോ ആൾക്കാരും മോസ്റ്റ് പ്രോമിനന്റ് ഇംഗ്ലീഷ് അതിന്റെ തുടക്ക കാലഘട്ടത്തിൽ ഇവിടെ ഒരുപാട് യുദ്ധങ്ങൾ ഇംഗ്ലീഷിന് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അവർക്ക് പിടിച്ചു നിൽക്കേണ്ട ഭാഗമായിട്ട്. സോ അതൊക്കെയാണ് 7th യൂണിറ്റ് പഠിക്കാനുള്ളത്. 8th യൂണിറ്റിൽ ഈ ഒരു മോഡേൺ കാലഘട്ടത്തിന്റെ കൊളോണിയൽ എക്കണോമി, എങ്ങനെയാണ് കൊളോണിയൽ ഭരണം ഉണ്ടായിരുന്നത്, പിന്നെ അതേ സമയത്ത് തന്നെ ഒരുപാട് സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് ഈ ഒരു കാലം ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ആര്യ സമാജ് പോലെ അല്ലെങ്കിൽ ബ്രഹ്മ സമാജ് പോലെ, പ്രാണ സമാജ് പോലെ ഒരുപാട് എന്തുണ്ടാവുന്നുണ്ട്, സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ് പഠിക്കാനുണ്ട്. പിന്നെ ആ ഒരു കാലഘട്ടത്തിലെ എഡ്യൂക്കേഷൻ എങ്ങനെയായിരുന്നു, കൊളോണിയൽ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇവിടെ എഡ്യൂക്കേഷനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ എഡ്യൂക്കേഷൻ ഒരു പോളിസി എന്തായിരുന്നു എന്നുള്ളതൊക്കെയാണ് പഠിക്കാനുള്ളത്. 9th യൂണിറ്റിലേക്ക് വരുമ്പോഴാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ആണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്. ഗാന്ധിജിയുടെ ആ ഒരു വരവിന് ശേഷമുള്ള ഇന്ത്യയിലെ ഒട്ടുമിക്ക അല്ലെങ്കിൽ ആ ഒരു മാസ് മൂവ്മെന്റ് ഉണ്ടല്ലോ, നമ്മുടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, പിന്നെ കോപ്പറേഷൻ കഴിഞ്ഞ സിവിൽ ഡിസോബിയൻസ്, അത് കഴിഞ്ഞ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ഇതൊക്കെയാണ് നമുക്ക്. പിന്നെ അണ്ടിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം പിന്നീട് ഉണ്ടാവുന്ന പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇഷ്യൂസ്, അത് കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മാണം ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, നമ്മുടെ റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ട്, സംസ്ഥാന പുനഃക്രമീകരണം ഉണ്ട്, പിന്നെ ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ് ഉണ്ട്, പ്രിൻസിലി സ്റ്റേറ്റ്സിനെ ഇന്ത്യയുടെ ഭാഗമാക്കുന്ന ശ്രമങ്ങൾ. ഇതൊക്കെയാണ് 9ാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. 10ാമത്തെ യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഹിസ്റ്റോറിക്കൽ റിസർച്ച് മെത്തേഡ്സും ഹിസ്റ്റോറിയോഗ്രഫിയും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇതാണ് ഹിസ്റ്ററിയുടെ സിലബസ് എന്നുള്ളത്. ഓക്കെ, സോ ടോട്ടൽ 10 യൂണിറ്റ് ആണെന്ന് പറഞ്ഞു. ഇനി ഇതൊരു വെയിറ്റേജ് അല്ലെങ്കിൽ ഏത് പഠിച്ചാലാണ് നമുക്ക് കൂടുതലായിട്ട് നെറ്റ് ക്ലിയർ ആവുക എന്നുള്ളത് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. സോ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ആൻഷ്യന്റും മിഡീവലും മോഡേൺ ഒക്കെ ഏറെക്കുറെ സമാനമായിട്ടുള്ള വെയിറ്റേജിലാണ് വരിക. നമുക്കൊരു മാറും കേട്ടോ, എന്നാലും ഒരു സുമാർ റേഷ്യോ പറയാം, നമുക്ക് 3:3:3:1 എന്ന് പറയാം. ഇവിടുന്ന് ഒരു 30 ക്വസ്റ്റ്യൻ, ഇവിടുന്ന് ഒരു 30 ക്വസ്റ്റ്യൻ, അഥവാ ആൻഷ്യന്റ് ഒരു 30 ക്വസ്റ്റ്യൻ, മിഡീവൽ ഒരു 30 ക്വസ്റ്റ്യൻ, മോഡേൺ ഒരു 30 ക്വസ്റ്റ്യൻ, ആൻഡ് ഹിസ്റ്ററി ഒരു 10 ക്വസ്റ്റ്യൻ. ഈ രീതിയിലാണ് ഉണ്ടാവും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, ചേഞ്ച് ആവും. ഓക്കെ, എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പാറ്റേണും എനിക്ക് ഫോളോ ഗ്ലോബലി നിങ്ങൾ ആൻഷ്യന്റും മിഡീവലും ഇമ്പോർട്ടൻസിൽ കൂടെ പഠിക്കേണ്ട സാധനമാണ്. എന്താണ് ഹിസ്റ്റോറിയോഗ്രഫിയിൽ എന്തില്ല, ഒരു ആവറേജ് റേഞ്ച് പറയുകയാണെങ്കിൽ ഒരു 7 ഒക്കെയാണ് ഹിസ്റ്റോറിയോഗ്രഫിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ എണ്ണം എന്നുള്ളത്. യൂണിറ്റ് 1, 2, 3 ആൻഷ്യന്റ് ആൻഡ് ഏർലി മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. അതിൽ പൊളിറ്റിക്കൽ ഉണ്ട്, സോഷ്യൽ ഉണ്ട്, എക്കണോമിക്, റിലീജിയസ് ഒക്കെ ഉണ്ട്. 4, 5 and 6 4, 5, 6 മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. പിന്നെ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി പൊളിറ്റിക്കൽ ആസ്പെക്ട്, എക്കണോമിക് ആസ്പെക്ട്, അഡ്മിനിസ്ട്രേഷൻ, സോഷ്യൽ ഹിസ്റ്ററി. 7 മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. അറൈവൽ ഓഫ് ദ യൂറോപ്യൻസ് മുതൽ പിന്നെ ഇന്ത്യയുടെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഈവന്റ്. പിന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യന്നൊക്കെ ആ ഒരു വെയിറ്റേജ് അത്രയൊന്നും ഇല്ല കേട്ടോ, ലൈക്ക് 1 or 2 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മാക്സിമം ചോദിക്കാറുള്ളത്. പിന്നെ അതിനുശേഷം ഇവിടെ മറ്റൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്, ഫിലിംസിനെ ബേസ് ചെയ്തിട്ടും എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ചിലതൊക്കെ നമ്മൾ ഇതുവരെ കണ്ടതും കേട്ടതും ഇല്ലാത്ത കാര്യങ്ങൾ ചോദിക്കും ഫിലിംസിനൊക്കെ ബേസ് ചെയ്തിട്ട്. ചിലതൊക്കെ നമ്മൾ അത്യാവശ്യം PYQs ഒക്കെ ചെയ്ത് പോയിട്ട് അത്യാവശ്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ആൻസറബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. യൂണിറ്റ് 10 ഹിസ്റ്റോറിക്കൽ മെത്തേഡ്സ്, ഹിസ്റ്റോറിയോഗ്രഫി. ഇവിടെ മെയിൻ ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ബുക്ക് ആൻഡ് ഓതേഴ്സ് ആണ്. ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ ഭയങ്കര പ്രധാനപ്പെട്ടായിട്ട് പറയപ്പെടുന്ന ഒരുപാട് ബുക്കുകളുണ്ട്. EH കാറിന്റെ വാട്ട് ഈസ് ഹിസ്റ്ററി, മൈക്കൽ ഫൂക്കോയുടെ വർക്കുകൾ, അതുപോലെ ഒരുപാട് വർക്ക്സുകളാണ് ഈ ഒരു ഏരിയയിൽ ചോദിക്കാറുള്ളത്. ഓക്കെ, ഇനിയാണ് അപ്പൊ നമുക്ക് സിലബസ് മനസ്സിലായി അല്ലേ? സിലബസ് മനസ്സിലായ ശേഷം പിന്നെ ഉണ്ടാകുന്ന ചോദ്യമാണ്, ഓക്കെ ഇത്ര സിലബസ് വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ഒക്കെ ഉണ്ട്, ഇത് എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ളതാണ് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്നത്. എന്നുള്ളത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഹിസ്റ്ററിക്ക് അബൻഡന്റ് സോഴ്സസ് ഉണ്ട്. എസ്പെഷ്യലി നമ്മൾ ഇന്നൊരു ടെക്നോളജിക്കൽ യുഗത്തിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം നമ്മുടെ ഫിംഗർ ടിപ്പിലുണ്ട്. എത്ര വേണമെങ്കിലും എന്തുണ്ട്, സോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്.
നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം അറിയോ, ഈ സോഴ്സിനെ ഒന്ന് റാഷണലൈസ് ചെയ്യണം. ലൈക്ക് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യണം എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ഒരു നിലവിലനുസരിച്ച്, ലൈക്ക് നിങ്ങൾ ഹിസ്റ്ററിൽ അത്യാവശ്യമൊക്കെ അറിയുന്നതാണ്, അല്ലെങ്കിൽ ഹിസ്റ്ററി തീരെ ബേസ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് നിങ്ങൾ NCERT തുടങ്ങി ബേസ് ആദ്യം ഉണ്ടാക്കി വെക്കണം. ചില അങ്ങാണ്ട് മ്യൂസിയം വരെ പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തെയും എക്സാമിന് പാസ്സാവാനുള്ള മാർക്ക് നമുക്ക് ഈ ബേസ് ഇല്ലെങ്കിലും കിട്ടും. PYQs പഠിച്ചിട്ട് പോയാലോ അല്ലെങ്കിൽ ഉറപ്പായിട്ട് ചോദിക്കുന്നുള്ള essay ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടൊക്കെ അത് ബേസ് ഇല്ലാന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ബേസ് നിങ്ങൾ ബിൽഡ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ NCERT തന്നെ തുടങ്ങി. ഓക്കെ, NCERT ഒരു 7, 8, 9 NCERT വായിച്ചാൽ ഒരു മോശമല്ല, നല്ലൊരു ബുക്കാണ്. നല്ല അത്യാവശ്യം കോമ്പറ്റേറ്റീവ് എക്സാമിന് ഈവൻ UPSC ആസ്പിറൻസ് വരെ വായിക്കുന്ന ബുക്കാണ് NCERT 7th, 8th, 9th ഒക്കെ. ഓക്കെ, അതിലും തുടങ്ങാന്നുള്ളതാണ്. പിന്നെ ഹിസ്റ്ററിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു സോഴ്സ് ആണ് ഇഗ്നോയുടെ മെറ്റീരിയൽസ് എന്നുള്ളത്. ഇഗ്നോയുടെ മെറ്റീരിയൽസ് എന്നുള്ളത് ഇത് എല്ലാ സെഷൻസിലും ഞാൻ പറയുന്ന ഒരു സാധനമാണ്, ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾ ഇതിൽ എന്നെ ട്രസ്റ്റ് ചെയ്തിട്ട് ഇഗ്നോയുടെ മെറ്റീരിയൽസ് വായിച്ചു തുടങ്ങി പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾ ഒരിക്കലും ഖേദിക്കേണ്ടി വരില്ല. എന്താണോ നെറ്റ് എക്സാമിന് വേണ്ടത് അത് ശരിക്കും അതിന് ഞാനിപ്പോഴും തോന്നും, ഇഗ്നോയുടെ ടെക്സ്റ്റ് മെറ്റ്സ് കണ്ടിട്ടാണോ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻ പാറ്റേണും സിലബസ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ രീതിയിലാണ് ഇപ്പൊ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും ഞാൻ ഒരു ഒന്നില് മൗര്യാസിനെ പറ്റിയിട്ട് ഇങ്ങനെ 2 പേജിൽ അടുത്ത പറയുന്ന 2 പേജിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ഒരു ടേം ഇഗ്നോ ചോദിച്ചിട്ടുണ്ട്. സോ അത്രയും ചോദിക്കാൻ സാധ്യയില്ല. അല്ലെങ്കിൽ നമുക്ക് വായിച്ചാൽ ചോദ്യം ചോദിക്കാൻ മാത്രമല്ല, നമുക്ക് വായിച്ചാലും നല്ല രീതിയിൽ മനസ്സിലാകുന്ന ഒരു ഫ്ലോയിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു മെറ്റീരിയലാണ് ഇഗ്നോയുടെ മെറ്റീരിയൽ എന്നുള്ളത്. സോ അതിൽ ആൻഷ്യന്റ് ഇന്ത്യയുടെ മെറ്റീരിയൽസ് ഉണ്ടാവും, മോഡേൺ ഇന്ത്യയുടെ മെറ്റീരിയൽസ് ഉണ്ട്, മിഡീവൽ ഇന്ത്യയുടെ മെറ്റീരിയൽസ് ഉണ്ട്. നിങ്ങൾ എങ്ങനെ റെഫർ എന്ന് വെച്ചാൽ, നിങ്ങൾ ഇന്ന് ഗുപ്തയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ഗുപ്ത ഇഗ്നോ എന്ന് അടിക്കുക. നിങ്ങൾക്ക് ഈ ബേസ് കിട്ടിയ ശേഷമാട്ടോ നിങ്ങൾ NCERT ഒക്കെ വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ UG PG ഒക്കെ നിങ്ങൾ അത്യാവശ്യം തറവായിട്ട് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഒരു അഡ്വാൻസ്ഡ് മെറ്റീരിയലിലേക്ക് പോവാം എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇഗ്നോ തുടങ്ങാം എന്നുള്ളതാണ്. ഗുപ്ത ഇഗ്നോ എന്ന് അടിച്ചാൽ ഗുപ്തയെ പറ്റിയിട്ട് ഇഗ്നോയിൽ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ ചാപ്റ്റേഴ്സ് ഒക്കെ വരും. ആ ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിടുക, അതിങ്ങനെ വായിക്കുക. അതൊക്കെ നമുക്ക് നോട്ട് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇതിൽ തന്നെ ലാസ്റ്റ് ഗ്ലോസറി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ടേംസിന്റെ മീനിങ്സും തരും. വിഷ്ടി, ഫോസ്റ്റർ, ലാബർ, അങ്ങനെ ഒരുപാട്, അല്ലെങ്കിൽ എന്താണ് അമത്യാസ്, മിസ്റ്റേഴ്സ്, അങ്ങനെ ഓരോ ടേമിന്റെയും അർത്ഥം എന്താണെന്നുള്ളതും അവിടെ തരും. ഈ അർത്ഥവും ഇല്ല, ആ ഗ്ലോസറി പാർട്ടും നിങ്ങൾ നോക്കുക. ഇതാണ് ഒരു സോഴ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നെ ആൻഷ്യന്റ് ടീച്ചർ ഈ ഇഗ്നോയുടെ ബുക്ക് വാങ്ങിക്കാനാണോ പറയുന്നത്? ബുക്കിലാണോ അല്ലെങ്കിൽ മറ്റേ നെറ്റിലാണോ നോക്കാൻ പറയുന്നത്? ബുക്കായിട്ട് നിങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നെറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്, ഓപ്പൺ ആക്സസിബിൾ ആണ്, ആർക്കും അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നിങ്ങൾ ഗൂഗിളിൽ കയറാം, ഗൂഗിളിൽ ഗുപ്ത ഇഗ്നോ എന്ന് അടിക്കുക, അപ്പൊ അതിന്റെ ചാപ്റ്റേഴ്സ് വരും. ആ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് മൗര്യാസിനെ പറ്റി പഠിക്കുന്നെങ്കിൽ മൗര്യ ഇഗ്നോ എന്ന് അടിക്കുക, ആ ചാപ്റ്റേഴ്സ് വരും, നിങ്ങൾ പഠിക്കും. നിങ്ങൾ മിഡീവൽ ഇന്ത്യയിൽ ഡൽഹി സൽത്തനേറ്റാണ് പഠിക്കുന്നെങ്കിൽ ഡൽഹി സൽത്തനേറ്റ് ഇഗ്നോ അടിക്കുക, ചാപ്റ്റേഴ്സ് വരും, ഡൗൺലോഡ് ചെയ്യാം, പഠിക്കാം. മോഡേൺ ഇന്ത്യ പഠിക്കുന്നെങ്കിൽ ഇന്ത്യൻ നാഷണലിസം ആൻഡ് ദലിറ്റ്സ്, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണലിസം ആൻഡ് ട്രേഡ് യൂണിയൻസ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻ കൊളോണിയൽ ഇന്ത്യ, എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ട്, വളരെ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. ഈവൻ ഹിസ്റ്റോറിയോഗ്രഫി പോലും അടിപൊളിയായിട്ട് ഇഗ്നോയിലുണ്ട്. സോ അതാണ്. പിന്നെ ആൻഷ്യന്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഴ്സ് എന്നുള്ളത് ഉപീന്ദ്രന്റെ ടെക്സ്റ്റ് ബുക്ക് ആണ്. ഇത് പറയുന്ന കൂട്ടത്തിൽ തന്നെ ഞാനൊരു ഡിസ്ക്ലൈമർ കൂടി പറയാം, ഞാൻ ഉപീന്ദ്ര റെഫർ ചെയ്തിട്ടില്ല കേട്ടോ, ഞാൻ കംപ്ലീറ്റ് ഇഗ്നോനെ നോക്കിയത്. എന്ന് കരുതി എന്റേത് മാത്രമാണ് ശരി എന്നുള്ളൊരു വാദമൊന്നും എനിക്കില്ല. ഉപീന്ദ്രൊന്നും ക്വസ്റ്റ്യൻസ് അത്യാവശ്യം അധികം ചോദിക്കാറുണ്ട്. ഇന്നിവിടെ നല്ലൊരു വേനൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കറണ്ട് പോക്ക് എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപീന്ദറും നല്ലൊരു സോഴ്സ് ആണ് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് ഉപീന്ദർ വായിച്ചു തുടങ്ങണത്, അതാണ്. പിന്നെ മിഡീവൽ ഇന്ത്യയിലേക്കൊക്കെ വരികയാണെങ്കിൽ മിഡീവൽ ഇന്ത്യയും അത്യാവശ്യം ഇഗ്നോയിലുണ്ട്. സതീഷ് ചന്ദ്ര വായിക്കാം, നല്ലൊരു ബുക്കാണ്. പിന്നെ മോഡേണിലേക്ക് വരികയാണെങ്കിൽ മോഡേൺ ജീവഹിർ ഈസ് എ ഗുഡ് ഓപ്ഷൻ. രാജീവ് അഹിറിന്റെ ഒരു സ്പെക്ട്രം പബ്ലിക്കിന്റെ ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്നൊരു വർക്ക് ഉണ്ട്. സോ അതും നല്ലൊരു ബുക്ക്, കോമ്പറ്റീവ് എക്സാമിനൊക്കെ അത്യാവശ്യം ആൾക്കാർ റെഫർ ചെയ്യുന്ന ഒരു വർക്കാണ് ഈ ഒരു രാജീവ് അഹിറിന്റെ സ്പെക്ട്രം എന്നുള്ളത്. സോ ഇതൊക്കെയാണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത്. അപ്പൊ റെഫർ ചെയ്യുന്ന എങ്ങനെയാണ് ഹിസ്റ്ററി പഠിക്കേണ്ടത് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവും. വെറുതെ ഫാക്ട് ബൈ ഹാർട്ട് ചെയ്ത് പോയി പഠിച്ച വോയിസ് ബ്രേക്ക് ആവാനുള്ള സാധ്യത ഒക്കെ വളരെ കൂടുതലാണ്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? നിങ്ങൾക്ക് പറയുന്നത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ?
മോഡേൺ ഇന്ത്യയുടെ റെഫർ ചെയ്യേണ്ട ബുക്ക് എന്നുള്ളത് സ്പെക്ട്രം ബൈ രാജീവ് വാഹിദ്. എപ്പോഴും നിങ്ങൾ വിചാരിക്കേണ്ടത് നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ റെഫർ ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊട്ട് ഇതൊക്കെ റെഫർ ചെയ്യാം എന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് നിങ്ങൾക്കാണ്. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഏത് തുടങ്ങണം എന്നുള്ളത്. ഞാൻ അത് പിന്നെയും പറയുന്നു, നിങ്ങളൊരു ബിഗിനർ ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ, വളരെയധികം കടുകട്ടിയുള്ള കോമ്പറ്റീറ്റീവ് നിങ്ങൾക്ക് ഇപ്പം പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബിപിൻ ചന്ദ്രയുടെ NCERT വായിക്കാം. അതുപോലെ പണ്ടത്തെ ഓൾഡ് NCERT ഉണ്ട്, പണ്ടത്തെ +1 ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്ന രീതിയിൽ. ഇപ്പോഴത്തെ NCERT ആയാലും തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി പാർട്ട് 3 മോഡേൺ ഇന്ത്യ വരുന്നത്, അതും വായിക്കാം. നല്ലൊരു സോഴ്സാണ്. ഇതൊക്കെ വായിച്ചിട്ട് ഒന്ന് ഗ്രൗണ്ട് സെറ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പതിയെ പതിയെ കോമ്പറ്റേറ്റീവ് എക്സാം ലെവലിലേക്കുള്ള ബുക്സുകൾ നോക്കി തുടങ്ങിയാൽ മതി. ഓക്കെ, സോ എപ്പോഴും ഫൗണ്ടേഷൻ തറ നല്ല രീതിയിൽ കെട്ടിയ ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ തറയുടെ മേലേക്ക് നിങ്ങൾ ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുക. അല്ലെ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ഇടിഞ്ഞു പൊളിഞ്ഞു വെക്കും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നമ്മളൊരു ഡ്രസ്സൊക്കെ കസ്റ്റമൈസ് ചെയ്യുന്ന പോലെയാണ്, അല്ലെങ്കിൽ നമ്മളൊരു അളവിന് എടുക്കുന്ന പോലെയാണ്. അപ്പോൾ നമ്മളൊരിക്കലും ബാക്കിയുള്ളവരെ നോക്കിയിട്ട് ഓൻ അത്രയും വലിയ സൈസിൽ അടിക്കാൻ കൊടുത്തു അപ്പൊ ഞാനും അത്ര സൈസിൽ തന്നെ തയ്ക്കണം എന്ന് വിചാരിക്കരുത്. അത് അയാളുടെ സൈസാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്നുള്ളത്, നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഒരു NTയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ വളരെ ഫ്രഷർ ആയിട്ടുള്ള സമയത്ത് സിലബസ് ഒക്കെ മനസ്സിലാക്കിയ ശേഷം ഒരു PYQ കംപ്ലീറ്റ് ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഈ കംപ്ലീറ്റ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ PG വരെ പഠിച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഹിസ്റ്ററി അറിയാം, അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് ലെവലിൽ എക്സാം എഴുതാനുള്ള എത്രത്തോളം കണ്ടന്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായ ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ഭയങ്കര പറ്റിയ ലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു NCERT എന്നൊക്കെ തുടങ്ങിയിട്ട് ഫാക്ട് ഒക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങാം. അല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാർക്ക് എനിക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റിലേക്ക് നോക്കാം. പിന്നെ ഈ ഭൂമിക്ക് കീഴിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബുക്കും റെഫർ ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, നിങ്ങൾ റെഫർ ചെയ്യുന്ന ആ ബുക്കിൽ നിങ്ങൾക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടാവണം. അപ്പൊ എന്താണ്, ഇത്ര മതി എന്ന് നിങ്ങൾക്ക് തോന്നണം. അല്ലാണ്ട് അയ്യോ എന്റെ കൂടെ പഠിക്കുന്ന ആള് ഉപീന്ദർ ഒരു 3 തവണ വായിച്ചിട്ടുണ്ട്, ഞാൻ ഇതൊരു ഉപീന്ദർ വായിച്ചിട്ടില്ല, ആവും നിൽക്കരുത്. നിങ്ങൾ എന്താണോ സെലക്ട് ചെയ്തിട്ടുള്ള സോഴ്സ്, ആ സോഴ്സിൽ നിങ്ങൾ സ്റ്റിക്ക് ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ എല്ലാവരും ഉപീന്ദർ വായിക്കുമ്പോൾ ഞാൻ ഉപീന്ദർ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്താണ് ഞാൻ അന്നേരം എന്ത് ചെയ്തു, ഞാൻ വായിച്ചിട്ടായിരുന്നു ഇഗ്നോറിന്റെ സോഴ്സുകൾ ഞാൻ ട്രസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. സോ കൊലയൊക്കെ നമ്മുടെ പേഴ്സണൽ ആ ഒരു കോൺഫിഡൻസ് ആണ്, ഇത് മതി, ഇത് വെച്ചാലും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ ഇപ്പം ഗുപ്ത എന്നുള്ള ബുക്ക് നിങ്ങൾ ഇഗ്നോ പ്രകാരം വായിച്ചു, ഇഗ്നോന്റെ ഒരു ഗുപ്തനെ പറ്റി പറയുന്ന 3 ചാപ്റ്റേഴ്സ് ഒക്കെ വരും. ഈ 3 ചാപ്റ്റേഴ്സ് നിങ്ങൾ നോട്ട് ഉണ്ടാക്കിയിട്ട് പിന്നീട് നിങ്ങൾ ഗുപ്താസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ യു ആർ ഓൺ എ റൈറ്റ് ട്രാക്ക്. നിങ്ങൾ അത് വെച്ച് മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ എല്ലാം നെറ്റ് എക്സാമിന്റെ ഒരു പാറ്റേൺ വെച്ചാൽ ഇവിടെ എന്താണ്, ഈ ഫുൾ A+ കിട്ടാനോ 5 സ്റ്റാർ കിട്ടാനോ ഉള്ള സ്കോപ്പ് ഒന്നും ഇവിടെ ഇല്ല. അതൊന്നും നമ്മൾ ഫുള്ളായിട്ട് കിട്ടണം എന്നുള്ള ഒരു വാശിപ്പുറത്തൊന്നും നിൽക്കരുത്. നമ്മൾ സേഫ് ആക്കുന്ന ഒരു സ്കോറിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. നമ്മൾ സേഫ് ആക്കുന്ന ആരോ വരക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, പ്ലീസ് ഡോണ്ട് വെയിറ്റ്. അതിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ അതാണ് ഇനി ഉണ്ടാവേണ്ട ഒരു ബേസിക് ആയതുള്ളത്. നിങ്ങൾക്ക് ക്രോണോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടാവും. പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ക്രോണോളജി ഈ എന്തിനാണ് ഫസ്റ്റിനെ നിങ്ങൾ എല്ലാ വർഷവും ബൈഹാർട്ട് ചെയ്യണം എന്നല്ല ഞാൻ പറയണത്. ഇന്നത് കഴിഞ്ഞിട്ടാണ് ഇന്നത് സംഭവിക്കുന്നത് എന്നുള്ള ആ ഒരു ക്രോണോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഹിസ്റ്ററി പഠിക്കുന്നുണ്ടാവും. അത് ക്രോണോളജിനെ ബേസ്ഡ് ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അങ്ങനെയാണ് ഹിസ്റ്ററി പഠിക്കേണ്ടത്. എങ്കിലും മാത്രമേ നമുക്ക് ആ ഹിസ്റ്ററികളും ഈവന്റുകളും തമ്മിൽ കണക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ ഓരോ ഇവന്റ് പഠിക്കുമ്പോഴും ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് പഠിക്കുന്നു, അല്ലെങ്കിൽ മാർക്കറ്റ് റിസർച്ച് പഠിക്കുന്നു, അല്ലെങ്കിൽ കൊളോണിയൽ കാലത്ത് മെക്കോലയുടെ മെനോട്ടോ അല്ലെങ്കിൽ ബാക്കി എഡ്യൂക്കേഷൻ മേ ബി നിങ്ങൾ എന്ത് പഠിക്കുന്നെങ്കിലും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ട് എന്തിന് എന്നുള്ള സാധനം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ പിന്നെ ഒരു ഈവന്റ് പഠിക്കുമ്പോൾ വെറുതെ ഫാക്ട് ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പോയരുത്. പണ്ടൊക്കെ PSCക്കെല്ലാം ക്വസ്റ്റ്യൻ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവും. അപ്പൊ റാങ്ക് ഫയലൊക്കെ വായിച്ചവർക്ക് അറിയാം ഇന്നത് എപ്പോ അതിങ്ങനെ വർഷം ബൈഹാർട്ട് ചെയ്തിട്ടാണ് ഒട്ടുമിക്ക PSC ആസ്പിറൻസ് ഒക്കെ അന്നേരം പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ PSC അപ്ഗ്രേഡ് ആയി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിലേക്കൊക്കെ വന്നു. അപ്പൊ എന്താണ് ഈ ഫാക്ട് ഇങ്ങനെ മഗ്ഗപ്പ് ചെയ്യാന്നുള്ളത് അത്ര നല്ല പ്രവണതയല്ല. വർഷങ്ങൾ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്യാം, ഇന്നത് ആരാണ്, അല്ലെങ്കിൽ ആരുടെ തുടങ്ങിയത്, അങ്ങനെയല്ല പഠിക്കണത്. എന്തുകൊണ്ടുണ്ടായി എന്നാ ഒരു ഇത് പഠിക്കുകയാണെങ്കിൽ, നിങ്ങളൊരു ഫാക്ട് പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഗ്യാസുദ്ദീൻ ബൽബാറ്റി പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാളുടെ ഒരു 360 ഡിഗ്രി വ്യൂവിൽ ആ കാര്യം നിങ്ങൾ പഠിക്കണം. അതിന് നിങ്ങൾ മൈൻഡ് മാപ്പ് ഉണ്ടാക്കിയേക്കാം. ബാൽബാൻ വാസ് ആൻ അറോഗന്റ് റൂളർ, ഹി വാസ് എ മാലിക് നായിബ്. പിന്നെ എന്ത് ചെയ്തു, പിന്നെ അദ്ദേഹം സുൽത്താനായിട്ട് വന്നു. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു, പിന്നെ അദ്ദേഹം ആ ഒരു ചലീസയുടെ പവറൊക്കെ കുറച്ചു.
പിന്നെ മൊണാർക്സിന് ഇമ്പോർട്ടന്റ് കൊടുത്തു, നൊബിലിറ്റിയെ കംപ്ലീറ്റ് ആയിട്ട് താഴ്ന്നു. ദിവാനായി അർസ് എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹം തുടങ്ങി. സോ അങ്ങനെ എന്തൊക്കെയാണോ അദ്ദേഹത്തിനെ പറ്റി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫാക്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നത്, ആ ഫാക്ടിനെ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളതായിട്ടുള്ള ടേബിൾ ആക്കിയിട്ടോ മൈൻഡ് മാപ്പ് ആക്കിയിട്ടോ ആ രീതിയിൽ നിങ്ങൾ പഠിക്കാം. പിന്നെ നിങ്ങൾക്ക് ഒരേ സമയം 2 നോട്ടുകൾ നിങ്ങളിൽ ഉണ്ടാവണം. ഈ ഒരു നോട്ട് എന്നുള്ളത് നിങ്ങൾക്ക് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒക്കെ എഴുതാം. ഈ ഒരു മറ്റേ നോട്ടിൽ ഉണ്ടാവേണ്ടത് ഇതെങ്ങനെയാണ്. ഇങ്ങനെ ഒരു പേജിൽ നിങ്ങൾ ബൽബാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ബൽബനെ പറ്റി എന്തൊക്കെ നിങ്ങൾ ഇതിന് മുന്നേ വായിച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കിട്ടണം. ബൽബനെ പറ്റി നിങ്ങൾ എന്തൊക്കെ വായിച്ചിട്ടുണ്ടോ അതൊക്കെ ഇവിടെ നോക്കുമ്പോൾ കിട്ടണം. സോ അത്രയും ഷോർട്ട് ആയിട്ടുള്ള അത് ആ ഒരു നോട്ട് എന്നുള്ളത് നിങ്ങൾ എക്സാമിന് ആഴ്ച മുന്നേ അല്ലെങ്കിൽ എക്സാമിന് പോകുന്ന വഴിക്കൊക്കെ നിങ്ങൾക്ക് നോക്കാനുള്ളതാണ് ഈ ഷോർട്ട് നോട്ട് എന്നുള്ളത്. സോ മാക്സിമം നോട്ട് ക്രിസ്പ് ആയിട്ട് ഉണ്ടാക്കുക. നമ്മൾ പോകുന്നത് എസ് എ റൈറ്റിംഗ് എക്സാമിന് വേണ്ടിയിട്ടില്ല, നമ്മൾ പോകുന്നത് ബബിൾ ചെയ്യാനാണ്. സോ ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ക്രിസ്പ് ആയിട്ടുള്ള ഫാക്റ്റുകളായിട്ട് നിങ്ങളുടെ കയ്യിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാവണം. ഓക്കെ. പിന്നെ ഈവന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് പഠിക്കും. സോ നിങ്ങൾ ആംഗ്ലോ മറാത്ത വാർ പഠിക്കും. ആംഗ്ലോ മറാത്ത വാർ പഠിക്കുമ്പോൾ എന്താണ് അവിടെ രഘുനാഥ റാവു തൊട്ട് തുടങ്ങിയിട്ട് പ്രശ്നങ്ങൾ. സോ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അത് മൊത്തം ഒരു ഈവന്റ് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. പിന്നെ ഹിസ്റ്ററിയിൽ ചില ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങളെ സഹായിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഇൻ കേസ് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വായിച്ചില്ലെങ്കിൽ പോലും നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം എന്നുള്ളത് നമുക്ക് അയാളുടെ ക്യാരക്ടർ സ്കെച്ച് അറിയുമെങ്കിൽ നമുക്ക് അതിലേക്ക്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് തുഗ്ലക്ക് എന്നുള്ളത്, മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്നുള്ളത് അങ്ങേയറ്റം വളരെയധികം ഹോസ്പിറ്റാലിറ്റി ഉള്ള അല്ലെങ്കിൽ വളരെയധികം ജനറോസിറ്റി ഉള്ള ഒരു റൂളർ ആണെന്ന് അറിയെങ്കിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് സ്ലേവ്സിനെ ഫ്രീ ചെയ്തിട്ടുണ്ടായിരുന്നു കാണുമ്പോൾ എനിക്കൊരു 90% ഉറപ്പാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ആണല്ലോ, അദ്ദേഹം അങ്ങനെ ചെയ്യാനൊരു സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ ഫിറോസ് ഷാ തുഗ്ലക്ക് ഇറിഗേഷന് വേണ്ടിയിട്ട് ഇന്നൊരു പ്രോജക്ട് മാറ്റി വെച്ചിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ഫിറോസ് ഷാ തുഗ്ലക്ക് ആണല്ലോ, അദ്ദേഹത്തിന് അങ്ങനെ ഇറിഗേഷൻ അഗ്രികൾച്ചർ ഒക്കെ അദ്ദേഹത്തിന്റെ ഒരു ഏരിയ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരു സാധ്യത അവിടെ ഉണ്ട്. ഈ ഒരു ഗസ്സിലേക്ക് എത്തിക്കാൻ നിങ്ങൾ എന്ത് സഹായിക്കും, ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് സഹായിക്കും. സോ ഓരോ വ്യക്തികളെ നിങ്ങൾ പഠിക്കുമ്പോൾ, ഹിസ്റ്ററി എന്നുള്ളത് എന്താണ്, ഒരുപാട് പീപ്പിൾസിനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഒരുപാട് വ്യക്തികളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ വ്യക്തികളെ പഠിക്കുമ്പോൾ ആ വ്യക്തികളുടെ ആ ഒരു ക്യാരക്ടർ സ്കെച്ച് എന്ത് ചെയ്യാം നിങ്ങൾ മനസ്സിലാക്കിയേക്കും. ഇപ്പൊ സജിലൊക്കെ ആണെങ്കിൽ ഓരോ ഏതെങ്കിലും ഒരു റിലീജിയസ് സെക്ടായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരേക്കും, ബുദ്ധിസായിട്ടോ ജൈനികായിട്ടോ അജീവിക സെക്ട് ആയിട്ടോ വാട്ടർ പേ. സോ അങ്ങനെ ആകുമ്പോൾ അയാള് ബുദ്ധിസത്തിന് ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അയാൾ ഒരു ബുദ്ധിസ്റ്റ് ഫോളോവർ ആണല്ലോ. സോ അങ്ങനെ ഒരു സാധ്യത അവിടെ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. അവരുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് ഇങ്ങനെ മോണോക്രോറ്റുകൾ നിങ്ങൾ നോട്ട് ചെയ്തിരുന്നു, ലൈക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് എഴുതി പിടിപ്പിക്കരുത്. മാക്സിമം ഇങ്ങനെ ടേബിൾ വരച്ചിട്ടോ ടൈം ലൈൻ വരച്ചിട്ടോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു നോട്ടിനെ നിങ്ങൾ ക്രിസ്പാക്കി മാറ്റുക എന്നുള്ളതാണ്. ക്രിസ്പാക്കി മാറ്റി വേണം പിന്നീട് കാണുമ്പോൾ ഞാൻ എഴുതി നോട്ട് വായിക്കാൻ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകണം. ആ രീതിയിൽ നിങ്ങൾ നോട്ട് ചെയ്തതിൽ ഉണ്ടാക്കണം. സോ നമ്മളെ സിലബസിന്റെ കംപ്ലീറ്റ് നോട്ടൊക്കെ നമ്മളെ കയ്യിലായാലും, അല്ലെങ്കിൽ നോട്ടിങ് ഇൻ ദ സെൻസ് അത് വെദർ ഇറ്റ് മേ ബി സോഫ്റ്റ് കോപ്പി ഓർ ഹാർഡ് കോപ്പി, എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 50-60% കംപ്ലീറ്റ് ആയി. നിങ്ങൾ എന്താ മതി അത് വെച്ച് റിവൈസ് ചെയ്യുക, അത് വെച്ച് PYQ സെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ബാക്കി കാര്യം എന്നുള്ളത്. ഒരിക്കൽ ഫാക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് മാത്രം പോരാ, ഡിസ്ക്രിപ്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം, കൺസെപ്ഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. പിന്നെ കുറെയൊക്കെ നിങ്ങൾ മാപ്പിനെ ഹെൽപ്പ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. സോ മാപ്പിന്റെ സഹായത്തോടു കൂടി കാര്യങ്ങൾ പഠിക്കാന്നുള്ളത് ഇതൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവുക. അക്ബറിന്റെ ഇൻവെൻഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും. അക്ബർ തുടങ്ങുന്നത് ഫസ്റ്റ് മൽവൈനാണ്, മൽവൈൻ ഒറ്റ അടുത്ത് അക്ബറിന്, പിന്നെയാണ് അദ്ദേഹം ഓരോരോ ഏരിയയിലേക്കും പോകുന്നത്, ദൂരത്തോട്ടുള്ള ഏരിയയിലേക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വായിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക, മാക്സിമം PYQs അറ്റൻഡ് ചെയ്യുക. PYQs ഇൻ ദ സെൻസ് നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ പ്രാക്ടീസ് ടെസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുക, മാക്സിമം PYQs അറ്റൻഡ് ചെയ്യുക. ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇനി സിലബസും മനസ്സിലായി, നമുക്ക് PYQന്റെ ഇമ്പോർട്ടന്റ് മനസ്സിലായി. ഇനി സിലബസ് മാത്രം പഠിച്ചിട്ട് PYQs ഒരിക്കൽ പോലും നോക്കാതെ, അല്ലെങ്കിൽ ഒരിക്കൽ പോലും ചെയ്ത് നോക്കാത്ത, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ടെസ്റ്റ് പോലും അറ്റൻഡ് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ച് അയാൾ നെറ്റ് ക്രാക്ക് ചെയ്യാൻ ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറയും ഒരു 10% പോസിബിലിറ്റി ഒക്കെ ഉള്ളൂ എന്നുള്ളത്. കാരണം PYQs ഇമ്പോർട്ടന്റ് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം സിലബസ് എന്നുള്ളത് ഒരു കടലാണ്. ഈ കടലിൽ നിന്ന് കടലിന്റെ ഏത് ദിക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഘടകം ഒബ്വിയസ് ആയിട്ട് അതിന്റെ PYQ ആണ്. സോ നിങ്ങളോട് ജഹാംഗീറിനെ പറ്റി പഠിക്കാൻ പറയുന്നുണ്ട്, ജഹാംഗീറിന്റെ ഏത് ആസ്പെക്ട് ആണ് നിങ്ങൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ PYQ നോക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും പെയിന്റ് ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ. സോ ഇതാണ് ഞാൻ പറഞ്ഞത്, PYQs ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പെയിന്റിങ്ങിന് ഒന്നുകൂടി സ്ട്രെസ് ചെയ്യണം. അവിടെ സൂര്യവംശി ഡൈനാസ്റ്റി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സൂര്യവംശി ഡൈനാസ്റ്റിനെ പറ്റി നമ്മൾ ഒരു 2-3 ദിവസം ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഇന്ന് മാത്രം PYQs സൂര്യവംശി ഡൈനാസ്റ്റി ഇടം പിടിച്ചിട്ടില്ല. അപ്പൊ ചോദിക്കുകയാണെങ്കിൽ
ഒരു 1 ക്വസ്റ്റ്യൻ ഒക്കെ അതിനൊരു പോസിബിലിറ്റി ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഇഗ്നോർ ചെയ്ത് അവോയ്ഡ് ചെയ്യണമെന്നല്ല, അത്രത്തോളം സ്ട്രെസ് നമ്മൾ കൊടുക്കേണ്ട ആ ഒരു വിഷയത്തിന് എന്നുള്ളത്. ഏത് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം, ഏത് കൂടുതൽ ഫോക്കസ് ചെയ്താൽ പഠിക്കണ്ട എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആ ഒരു PYQs ആണ്. ഓക്കെ, ഇത് രണ്ടും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ എന്താണ് നമുക്ക് സക്സസിലേക്ക് എത്താം എന്നുള്ളത്. ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഈ PYQ നോക്ക് എന്ന് പറഞ്ഞത്? ഇത് 2 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ജൂൺ 2022 ഷിഫ്റ്റ് 2 ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത് ഡിസംബർ 2024 ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ഒന്നാമത്തെ 2022 ഷിഫ്റ്റ് 2 എനിക്ക് ചോദിച്ചിട്ടുണ്ട്, നേമിനാഥ ദ 22nd തീർത്ഥർ ഈസ് അസോസിയേറ്റഡ് ബലരാമ രാമ കൃഷ്ണ വിഷ്ണു. താഴെ തന്നിരിക്കുന്ന ആരുമായിട്ടാണ് 22ാമത്തെ തീർത്ഥങ്കരായിട്ടുള്ള നേമിനാഥ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്? അപ്പം അന്നത്തെ ആൻസർ കേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, നമുക്കറിയാം എന്താണ് അത് കൃഷ്ണയാണ് എന്നുള്ളത്. ഇതേ സാധനം ഈ ആൻസറിനെ ക്വസ്റ്റ്യൻ ആക്കിയിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ജെയിൻ തീർത്ഥ റിലേറ്റഡ് ടു കൃഷ്ണ? താഴെ തന്നിരിക്കുന്ന ഏത് ജെയിൻ തീർത്ഥങ്കരാണ് കൃഷ്ണയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? ഒരു ചോദ്യം ഒരു ക്ലാസ്സിലും ഇയാളിത് കേട്ടില്ല, ഇയാൾക്ക് ഇത് കിട്ടുന്ന ഒരേ ഒരു ചോദ്യം അത് PYQ ആണ്. ബോക്സ് ബ്രേക്ക് ആണല്ലോ. PYQ ആണ്. നിങ്ങൾ എത്ര ഇഗ്നോർ മെറ്റീരിയൽസ് വായിച്ചാലും എത്ര ഉപയോഗം നിങ്ങൾ അതുവരെ വായിക്കാതെയും അതുവരെ ചില സാധനങ്ങൾ എനിക്കടെ PYQs നിങ്ങൾക്ക് കിട്ടും. സോ PYQ എന്നുള്ളൊരു എക്സലന്റ് സാധനം. നമ്മൾ നേരത്തെ SCRT ബീൻഡറും സ്പെക്ട്രും ഒക്കെ ഉണ്ടെങ്കിൽ പോലെ ഇപ്പൊ ഒന്ന് കട്ടായി പോയതാണ്. ഓഡിബിൾ ആണോ? കേൾക്കാവുന്നുണ്ടോ? ഓക്കെ, സോറി, ഇവിടെ നല്ലൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. കുറച്ച് ദിവസമായിട്ട് ഈ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂസ് ഭയങ്കര കൂടുതലാണ്. സോ ഇതാണ് PYQ ഇമ്പോർട്ടന്റ് എന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചാണ്. ഇനി നിങ്ങൾ ഇത് വിചാരിക്കരുത് ഇത് പേപ്പർ 2ന്റെ ഹിസ്റ്ററിയിൽ മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പേപ്പർ 1ലും ഇത് സെയിം തന്നെയാണ്. ഒരുപാട് തവണയായിട്ട് എന്ത് ചെയ്യും, ഒരിക്കൽ നിങ്ങൾ പേപ്പർ 1നെ നമ്മൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞതുകൊണ്ട് പറയാം. നിങ്ങളിപ്പം ഹിസ്റ്ററി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും നിങ്ങൾക്ക് ഹിസ്റ്ററി നെറ്റ് കിട്ടണോ അല്ലെങ്കിൽ JRF കിട്ടണോ എന്ന് നിർണ്ണയിക്കുന്ന ഒരു ഘടകം എന്നുള്ളത് അത് ഹിസ്റ്ററിയേക്കാൾ കൂടുതൽ നിങ്ങളുടെ പേപ്പർ 1ന്റെ സ്കോറാണ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എന്താണ് ഇതായിട്ടൊക്കെ തോന്നും. പക്ഷെ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ തന്നെ വിശ്വസിക്കണം. നിങ്ങൾക്ക് നെറ്റ് ആണോ അല്ലെങ്കിൽ JRF ആണോ എത്തിക്കുക എന്നുള്ളത് നിങ്ങൾ ഡീറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ എന്നുള്ളത് നിങ്ങളുടെ പേപ്പർ 1ന്റെ സ്കോറാണ്. കാരണം സബ്ജക്ട് എന്നുള്ളത് ഏറെക്കുറെ എല്ലാവരും ഹിസ്റ്ററി പഠിക്കുന്ന എല്ലാ ആൾക്കാരും പഠിച്ചിട്ടുണ്ടാവുക. എല്ലാവരും ഏകദേശം സ്കോർ വരെ സ്കോർ എന്നുള്ളത് ആണ്. പേപ്പർ ഇങ്ങനെ ചതിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അയ്യോ പേപ്പർ 1 ഒരു അത്യാവശ്യം കുഴപ്പമില്ലാതെ നെറ്റ് അല്ലെങ്കിൽ നിങ്ങൾ പേപ്പർ ശരിക്കും ഒരു 3 മണിക്കൂർ പേപ്പർ പഠിക്കുക, ബാക്കി ഒരു 5 മണിക്കൂർ പേപ്പർ 2 പഠിക്കാം. ഇപ്പൊ ഇഫ് യു ആർ സ്പെൻഡിങ് 8 hours per day or if you are spending 7 hours per day, ഒരു 2 മണിക്കൂർ പേപ്പർ 1 പഠിക്കാം, ബാക്കി പേപ്പർ 2 പഠിക്കാം. ഈ രീതിയിൽ രണ്ടിനെയും ഒരുമിച്ച് നിങ്ങൾ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റണം. കാരണം എന്താ വെച്ചാൽ പേപ്പർ 2ന്റെ കേസിൽ എല്ലാവരും ഏകദേശം ഒരേ ലെവലിലായിരിക്കും നിന്നിട്ടുണ്ടാവുക. മാർക്ക് ചെറിയ 2 or 4 മാർക്ക്. ആരോ ലെഫ്റ്റ് ആകുന്ന കൂട്ടത്തിൽ എൻഡ് മീറ്റിംഗ് അടിച്ചു പോയതാണ് കേട്ടോ, സോറി. സോ പറഞ്ഞു വന്നത് പേപ്പർ 1ന്റെ ഇമ്പോർട്ടൻസ് ആണ്. ഈ പേപ്പർ 1 തന്നെ നിങ്ങൾ മാത്സിലൊക്കെ വീക്ക് ആണെങ്കിൽ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാത്സ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആക്കി എടുക്കാം കേട്ടോ. കാരണം എന്നുള്ളത് അത് നിങ്ങൾക്ക് ഒരു ലോങ് ടേം ഗ്യാരണ്ടി ആണ്. ഒന്നാമത് നല്ലത് എൻ്റെ ടേമിലേക്ക് വരികയാണെങ്കിൽ നിയർലി പേപ്പർ 1ന്റെ കേസിൽ നിയർലി 20 മാർക്ക് എന്നുള്ളത് നിങ്ങൾക്ക് മാത്സ് ബേസ് ചെയ്തിട്ട് കിട്ടുന്ന മാർക്സ് ആണ്. 10 ഡാറ്റയിലും 10 മാത്തമാറ്റിക്കൽ റീസണിങ്ങും. അപ്പൊ നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്താലും എന്തേല അത്ര നഷ്ടം അതിൽ സംഭവിക്കൂല. ഓക്കെ, സോ ഇതാണ് പേപ്പർ 1ന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ളത്. PYQന്റെ ഇമ്പോർട്ടൻസും പേപ്പർ 1ന്റെ ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞത്. പിന്നെ പേപ്പർ 1ന്റെ കേസിൽ
ലൈക്ക് ഈ ഒരു ബാക്കിയുള്ളവർക്ക് അത് സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത ചില, ഞാൻ അങ്ങനെ പറയുന്നല്ല, എന്നാലും ചില ഏരിയാസ്, ഇപ്പൊ മാത്സ് ഒരു ഏരിയ ആണ്, ലോജിക്കൽ റീസണിങ് അതെല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഏരിയ ആയിരിക്കില്ല. പക്ഷെ അങ്ങനത്തെ ഏരിയാസിൽ നമ്മൾ വർക്ക് ചെയ്യണം. ശരിക്കും അതാണ് കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ സ്ട്രാറ്റജി എന്നുള്ളത്. ബാക്കിയുള്ളവർക്ക് സ്കോർ കിട്ടാത്ത ഏരിയകളിൽ നമ്മൾ സ്കോർ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, തുടക്കത്തിലെത്തുക. അൾട്ടിമേറ്റ്ലി ഇതൊരു ഓട്ട മത്സരമാണ്. നമ്മൾ മുന്നിലെത്തുക എന്നുള്ളത് തന്നെയാണ് എന്ത് ഇവിടുത്തെ ഒരു പ്രയോറിറ്റി എന്നുള്ളത്. ഇവിടെ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മളോട് തന്നെയാണ്, പിന്നെ കൂടെ ഉള്ള ആൾക്കാരോടുമാണ്. സോ എന്ത് ചെയ്യാം, ആ രീതിയിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളെ പ്രിപ്പറേഷൻ നിങ്ങൾ പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ്. നോ PYQs മാത്രം PYQs പഠിക്കുക എന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് PYQs വായിച്ചായിട്ട് ആൻസർ പഠിക്കുക എന്നുള്ളതല്ല. അത് ശരിക്കും നമ്മൾ ഫാക്ട് ബൈ ഹാർട്ട് ചെയ്യുന്ന പോലെ. നിങ്ങൾ PYQ കണ്ടാല് ജസ്റ്റ് ഇതിന്റെ ഏതെങ്കിലും ഒരു കീവേഡ് എടുത്തിട്ട് നിങ്ങൾ ഒന്നും അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം, കുറച്ച് കാര്യങ്ങൾ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. ഇതിലേക്ക് ഒന്നാമെന്നുള്ളത് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അടിക്കുമ്പോൾ തന്നെ ഒട്ടുമിക്ക ഓൺലൈൻ സാധനത്തിലും ഇതിന്റെ എക്സ്പ്ലനേഷൻസ് ആയിരിക്കും. ആ എക്സ്പ്ലനേഷൻസ് നിങ്ങൾക്ക് വായിക്കാം. അല്ലെങ്കിൽ ഇതിന്റെ കീവേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇഗ്നോന്നോ അല്ലെങ്കിൽ EPG പദശാലോ സെർച്ച് ചെയ്താൽ അവിടെ മെറ്റീരിയൽ ഉണ്ട്, അത് വരും. സോ അതിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും കുറച്ച്. അവര് മുമ്പും പിൻപും കുറച്ച് അറിഞ്ഞിരിക്കണം. PYQs മാത്രം വായിക്കുക. PYQs വായിക്കുക ഇൻ ദ സെൻസ് PYQs നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ട് ഈ ബാക്കി 3 ആൾക്കാരുടെ ഓപ്ഷൻസ് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിന്റെ ആൻസർ നേമിനാഥ ആണെന്ന് അറിയുന്നതിന് കൂടെ തന്നെ എന്താണ് ആരാണ് മഹാവീര, ആരാണ് പാർശ്വനാഥ, ആരാണ് ഋഷഭനാഥ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ജസ്റ്റ് കുറെ ടൈം അതിൽ സെർച്ച് ചെയ്യണമെന്നല്ല, ഒരു മിനിമം അണ്ടർസ്റ്റാൻഡിങ് അവിടെ ഉണ്ടായിരിക്കണം. വീണ്ടും ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്താൽ അതിൽ നിന്നൊരു സ്കോർ പോകരുത് എന്നുള്ള രീതിയിൽ കുറച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ, കംപ്ലീറ്റ് PYQs മാത്രം വായിച്ച് PYQsന്റെ ആൻസേഴ്സ് മാത്രം നോക്കുക എന്നുള്ളതല്ല, എക്സ്പ്ലനേഷനും നിങ്ങളൊന്ന് നോക്കേണ്ടതുണ്ട്. ഓക്കെ, സോ എപ്പോഴും പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എയിം ചെയ്യേണ്ടത് JRF തന്നെയായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോ എന്തായാലും റിസർച്ചും ചെയ്യുന്നില്ല, എനിക്കിപ്പോ നെറ്റ് മതി, നെറ്റുള്ള രീതിയിൽ പഠിക്കാൻ. നെറ്റുള്ള രീതിയിൽ പഠിക്കുക എന്നുള്ള സാധനം ഇല്ല. കാരണം നെറ്റും കോമ്പറ്റേറ്റീവ് ആണ്, നെറ്റിനും ഹൈലി കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഏറ്റവും നിങ്ങൾക്ക് എത്ര നിങ്ങൾ മാക്സിമം ഇൻപുട്ട് എടുക്കാൻ പറ്റുമോ ആ ഇൻപുട്ട് നിങ്ങൾ കൊടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ ഒരു 8 മണിക്കൂർ മാറ്റി വെക്കുകയാണെങ്കിൽ 8 മണിക്കൂർ നിങ്ങൾ മാറ്റി വെച്ചോ. ഇതൊന്നും ഒരിക്കലും നെറ്റാവില്ല. കാരണം മനസ്സ് നിങ്ങൾ നെറ്റൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാല് ഒന്നും നല്ലത് അതിന്റെ ഒരു ഗവൺമെന്റ് ഒരു കോളേജിലൊക്കെ ഒരു പ്രൊഫസർ ആവുന്നതിന്റെ ഒരു പ്രിവിലേജ്, ഒരു പ്രസ്റ്റേജ് അടിച്ച ഒരു ജോബ് ഉണ്ട്. JRF കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ PhD ചെയ്യുകയാണെങ്കിൽ 5 വർഷത്തേക്ക് നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ സെക്യൂർ ആവുകയാണ്. ഒരു ഫൈനാൻഷ്യൽ അസിസ്റ്റന്റ്, ഒരു ഫൈനാൻഷ്യൽ പ്രൊട്ടക്ഷൻ എന്നൊക്കെ നമുക്ക് അതിന് പറയാം. ആ രീതിയിൽ എന്തുണ്ട് കാര്യങ്ങളുണ്ട്. സോ അതിനതിനായിട്ട് ഒരു ഗുണമുണ്ട്. ആ ഗുണം നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. ഇവിടേക്ക് ശരിക്കും വർക്ക്ഔട്ട് ആവുന്ന ഒരു ഫാക്ടർ എന്നുള്ളത് മാനിഫെസ്റ്റേഷൻ ആണ്. നിങ്ങൾ ഇതൊന്ന് സ്വപ്നം കണ്ടോളൂ. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് ആലോചിച്ചൊക്കെ ഒരു നെറ്റ് എക്സാമിന്റെ റിസൾട്ട് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു റിസൾട്ട് ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നു, ബഫർ ചെയ്ത ശേഷം നിങ്ങൾ റിസൾട്ട് വരുന്നു, ക്വാളിഫൈഡ് ഫോർ JRF ആൻഡ് അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് കാണാം. ആ ഒരു മൊമെന്റ് നിങ്ങൾ പഠിച്ച കോളേജിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അപ്രിസിയേഷൻ കിട്ടുന്നു. നിങ്ങൾ ഇത് വെച്ചിട്ട് ജോബ് അപ്ലൈ ചെയ്യുന്നു. ജോബ് അപ്ലൈ ചെയ്യുന്ന ഉടനെ നിങ്ങൾ വിളിക്കുന്നു. ഇതുവരെ നിങ്ങൾ ഒരു CV അയച്ചിട്ട് റെസ്പോണ്ട് ചെയ്യാത്ത പല ആൾക്കാരും എന്ത് ചെയ്യുന്നു, നിങ്ങളെ ജോബിന് വിളിക്കുന്നു. പിന്നെ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് തന്നെ ഉണ്ട് നമുക്ക് ജോബ് ചെയ്യാനും ഏൺ ചെയ്യാനൊക്കെ. അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ, കോളേജിൽ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ, PhD അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ, JRFന്റെ ഒരു പൈസ എന്നുള്ളത് ഇത്രയും എന്തായാലും എന്തല്ല സോഷ്യൽ സയൻസിന്റെ റിസർച്ചിന് കുറച്ചൊക്കെ ഇത്രയും ആവശ്യമില്ല. കുറച്ചൊക്കെ നമുക്ക് ട്രിപ്പ് അടിക്കാനും കുട്ടടിക്കാനൊക്കെ ഉള്ള പൈസ അതിലുണ്ടാവും. സോ ഇതൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഡ്രീം എന്നുള്ളതാണ്. എന്ന് കരുതി ഒരേ ഇതിൽ ഒരുപാട് സ്വപ്നം കാണാൻ എന്നുള്ളതല്ല, പഠിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ബാക്കി നിങ്ങൾ കുറച്ച് സ്വപ്നങ്ങളും കാണണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതൊരു മോട്ടിവേഷൻ ആണ്. പിന്നെ ശരിക്കും ഇതൊരു ഗൂസ്ബം മൂവ്മെന്റ് ആണ് കേട്ടോ. നിങ്ങൾ ആ ഒരു റിസൾട്ട് വന്ന് നോക്കുന്ന ആ ഒരു സമയം എന്നുള്ളത് ഒരു ഭയങ്കര നിങ്ങൾ അതിൽ ഒരു എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ ആ ഒരു റിസൾട്ട് കാണുമ്പോൾ യു ആർ ക്വാളിഫൈഡ് ഫോർ JRF എന്നുള്ളത് നമ്മൾ കൂടെ പഠിച്ച ആൾക്കാരോടും നമ്മൾ പഠിപ്പിച്ച സാറിനോടൊക്കെ ഇങ്ങനെ പറയും, ഞാൻ JRF ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് JRF കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്ന ഒരു മൊമെന്റ് എന്നുള്ളത് ട്രസ്റ്റ് മീ ഗൈസ്, ദാറ്റ് ഈസ് പ്രൈസ്ലെസ്. നമ്മുടെ ലൈഫിൽ ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം മൂവ്മെന്റ് ഒക്കെയാണ് അത് എന്നുള്ളത്. സോ അത് ആ ഒരു സ്വപ്നം നിങ്ങൾ കണ്ടു, ഒരു കുഴപ്പമില്ല. കുറച്ചൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, മാനിഫെസ്റ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇതൊക്കെ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് എന്തുണ്ടാവണം, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊരു വാട്ട് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കണം. ഈ വാട്ട് ടു ഡു ലിസ്റ്റ് എന്നുള്ളത് നാളത്തേക്കാണ്. ഇന്ന് 12 അല്ലേ, ഇന്ന് 12/3/2025 ആണെങ്കിൽ ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കേണ്ടത് വാട്ട് ടു ഡു ലിസ്റ്റ്. നിങ്ങൾ വാട്ട് ടു ഡു എന്ന് എഴുതൊന്നും വേണ്ട. ഇങ്ങനെ ഒരു ടേബിള് നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ എഴുതി വെക്കുന്നിടത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെ കീപ് നോട്ട്സിലായാലും 13-ാം തീയതി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. നിങ്ങൾ 6 മണിക്ക് പഠിക്കാറുണ്ടെങ്കിൽ 6 to 9 ഞാൻ പേപ്പർ 1 പഠിക്കും. പിന്നെ 9 to 10 ഒക്കെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിനും കുറച്ചൊക്കെ റീൽസ് കാണാനൊക്കെയാണ്. പിന്നെ 10 to 1 മണി ഞാൻ ആൻഷ്യന്റ് ഇന്ത്യ പഠിക്കുന്നു. പിന്നെ ഞാൻ ഉറങ്ങുകയൊക്കെ ചെയ്യുന്നു. ഒരു 4 to 5 ഞാൻ PYQs അറ്റൻഡ് ചെയ്യാം. PYQs ഒക്കെ നോക്കാം കുറച്ച്, അല്ലെങ്കിൽ 4 to 6 PYQs നോക്കാം.
ഈ രീതിയിൽ നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാവണം. ഈ ടൈം ടേബിൾ ഉണ്ടാക്കിയ ശേഷം പിന്നെ കിടക്കാൻ പോകുമല്ലോ, അപ്പൊ നിങ്ങൾ കുറച്ച് മാനിഫെസ്റ്റേഷനും ഡ്രീംസ് ഒക്കെ കണ്ടോളൂ. ഓക്കെ, ഇതാണ് ബാലൻസ്ഡ് അപ്രോച്ച് എന്നുള്ളത്. പേപ്പർ 1ഉം പേപ്പർ 2ഉം ഒരുപോലെ മുന്നിൽ കൊണ്ടുപോകാൻ പറ്റണം. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഹിസ്റ്ററിയിൽ പ്രോ ആയാൽ പോലും നിങ്ങൾക്ക് നെറ്റ് കിട്ടുമായിരിക്കും ഹിസ്റ്ററിയിൽ പ്രോ ആണ് എന്നുണ്ടെങ്കിൽ, പക്ഷെ അത് ARF-ലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ 1ന്റെ സഹായം ഇല്ലാതെ പറ്റില്ല എന്നുള്ളതാണ്. സോ നിങ്ങൾ പേപ്പർ 1നെയും പേപ്പർ 2നെയും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റണം. സോ എവിടെയും എന്ത് ബാലൻസ്ഡ് അപ്രോച്ച് ആണെങ്കിലും നിങ്ങൾ ആദ്യം റിയലൈസ് ചെയ്യേണ്ടത് നിങ്ങളുടെ പൊട്ടൻഷ്യൽസും നിങ്ങളുടെ വീക്ക്നെസ്സും ആണ്. എൻ്റെ സ്ട്രോങ്നെസ്സും അല്ലെങ്കിൽ എൻ്റെ സ്ട്രെങ്ത്തും എൻ്റെ വീക്ക്നെസ്സും ഞാൻ എന്ന് റിയലൈസ് ചെയ്യുന്നു അന്ന് ഞാൻ ഈ ഓട്ട മത്സരത്തിന് ക്യാപ്പബിൾ ആയി. ഇതൊരു ഓട്ട മത്സരമാണ്. അപ്പൊ എനിക്ക് മനസ്സിലാക്കണം, എനിക്ക് ഒരുപാട് ഓടിക്കഴിഞ്ഞാൽ ഇന്നൊരു കതപ്പ് വരാനുണ്ട്. അപ്പൊ ഈ കതപ്പ് വരുന്നതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ ഒരുപാട് ഓടിക്കഴിഞ്ഞാൽ ഞാൻ തലറിഞ്ഞ് വീഴാനുണ്ട്, ഇതിനെ ഞാൻ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കി വെക്കണം. സോ നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ്സിൽ നിങ്ങൾ PYQs ഒക്കെ എടുത്തിട്ട് ആ സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിന് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, പിന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ വീക്ക് ഏരിയാസിലാണ്. വീക്ക് ഏരിയാസിൽ കുറച്ച് അധികം സമയം ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് ബിൽഡപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാം. അത്യാവശ്യം കുറച്ച് അധികം വായിച്ചോളൂ. ഭയങ്കര വീക്കായിട്ട് തോന്നുകയാണെങ്കിൽ NCERT തുടങ്ങിക്കോളൂ. ഇപ്പൊ ആൻഷ്യന്റ് ഇന്ത്യക്ക് ആണെങ്കിൽ തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി 1 ഉണ്ട്. മെഡീവൽ ആണെങ്കിൽ തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി 2 ഉണ്ട്. അല്ലെങ്കിൽ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ NCERT നിങ്ങൾക്ക് തുടങ്ങും. ബ്രീഫ് ആയിട്ടുള്ള പോയിന്റ്. NCERT നിങ്ങൾ അങ്ങനെ പുച്ഛിക്കണ്ടോ. ലൈക്ക് ഒരിക്കലും വിജയനഗരാസിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏത് രാജാവാണ് ഏത് ട്രാവലറാണ് വിജയനഗരയെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ശരിക്കും വന്നിട്ട് NCERT ഒരു ബ്ലൂ കോളം ഉണ്ട്. ഈ ബ്ലൂ കോളത്തിൽ ഇങ്ങനെ എഴുതി ആ ഒരു ടേബിളിൽ നിന്ന് അതേ കോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, NTA ചോദിച്ചിട്ടുണ്ട്. സോ NCERT ഇമ്പോർട്ടന്റ് ആണ്. പറഞ്ഞത് പേപ്പർ 2 നിങ്ങൾ എത്ര പ്രോ ആണെങ്കിലും പേപ്പർ 1ന്റെ അസിസ്റ്റൻസ് ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, JRF-ലേക്ക് എത്താൻ പറ്റില്ല. പിന്നെ നമ്മളെപ്പോഴും നമ്മളെന്താണ്, നമുക്ക് JRF വേണ്ടുള്ളൂ, അതിൽ കുറഞ്ഞൊന്നും നമുക്ക് വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പേപ്പർ 1നെയും ഫോക്കസ് ചെയ്യണം. നിങ്ങൾക്ക് മാത്സ് നിങ്ങളുടെ വീക്ക് പോയിന്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, മാത്സ് അല്ലാത്ത ബാക്കിയതൊക്കെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ അത്യാവശ്യം നോട്ടൊക്കെ ഉണ്ടാക്കി PYQs ഒക്കെ ചെയ്ത് വെച്ചിട്ട് പിന്നെ മാക്സിമം ടൈം മാത്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. എന്നിട്ട് ഭയങ്കര മാത്സിന്റെ തിയറീസ് നല്ല പഠിക്കണം കേട്ടോ. ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ മാത്സ് ക്ലിയർ ചെയ്യാനുള്ളത് നിങ്ങൾ വൺസ് അതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. ഒരുപാട് ട്രിക്സ് ഒക്കെ ഉണ്ടാവും. ആ ട്രിക്സ് ഒക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മാത്സ് ചെയ്താൽ മതി. ഇപ്പൊ പേപ്പർ 2ന്റെ കേസിൽ നിങ്ങൾക്ക് ആൻഷ്യന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷെ മെഡീവൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ മോഡേൺ നിങ്ങൾക്ക് ഇഷ്ടമാണ്, ആൻഷ്യന്റ് ഇഷ്ടമല്ല, അങ്ങനത്തെ കുറച്ച് ഇഷ്ടക്കേടുകളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ മെഡീവൽ എന്ത് ചോദിച്ചാലും എനിക്കറിയാം, പക്ഷെ നമുക്ക് മോഡേൺ അത്ര അറിയില്ല. മോഡേൺ എന്ത് ചോദിച്ചാലും അറിയാം, പക്ഷെ എനിക്ക് ആൻഷ്യന്റ് തീരെ അറിയില്ല. അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എന്താ ആൾക്കാർ എന്ത് ചെയ്യണം, ആ മോഡേൺ അത്യാവശ്യം ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാ, അയാളുടെ വീക്ക് ഏരിയ ആയിട്ടുള്ള മെഡീവലിലേക്കാണ്, അല്ലെങ്കിൽ വീക്ക് ഏരിയ ആയിട്ടുള്ള ആൻഷ്യന്റിലേക്കാണ്. പിന്നെ ആ കുറച്ച് അധികം ടൈം അത് കൊടുത്തിട്ട് അതിനെ ബിൽഡപ്പ് ചെയ്തിട്ട് അതും നമ്മുടെ ഒരു സ്ട്രോങ് ഏരിയ ആക്കിയിട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി കൺസിസ്റ്റൻസി ഇസ് ദ കീ. ഇന്ന് നിങ്ങൾ ഒരു 8 മണിക്കൂർ പഠിച്ചു, നാളെ രാവിലെ എണീച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു മൂഡും ഇല്ല, അപ്പൊ വിചാരിക്കണം മതിപ്പാ ഇന്നലെ 8 മണിക്കൂർ പഠിച്ചിട്ടല്ലോ, ഇന്നത്തെയും കൂടി ആയി, ഇനിയിപ്പോ ഇന്ന് പഠിക്കണമെന്നില്ല. നാളെ എണീച്ചപ്പം വീണ്ടും വലിയൊരു താല്പര്യമൊന്നുമില്ല, പക്ഷെ വെറുതെ ഒരു 2 മണിക്കൂർ അവിടെ ഇവിടെയൊക്കെ ഇരുന്നു, യൂട്യൂബിലൊക്കെ ക്ലാസ് ഒക്കെ കണ്ടു, കഴിഞ്ഞു. പിറ്റേ ദിവസം എണീച്ചപ്പോ ആ ഒരു രീതിയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സ്റ്റഡി പാറ്റേൺ കൊണ്ട് നിങ്ങൾക്ക് നെറ്റ് എന്നല്ല ഈ ലോകത്തിലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ആ ഒരു ക്രക്സ്, അല്ലെങ്കിൽ നമ്മളത് എത്ര പെട്ടെന്ന്, ഞാൻ എപ്പോഴും പറഞ്ഞു ഇതൊരു ചക്രവ്യൂഹമാണ്. ഇതിൽ കയറി കഴിഞ്ഞാൽ പുറത്ത് കടക്കണം, ഏത് സ്പീഡിൽ നിങ്ങൾ പുറത്ത് കടക്കണം എന്ന് നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ കൺസിസ്റ്റൻസിയാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടേയിരിക്കും. സോ കൺസിസ്റ്റൻസി ഈസ് ദ കീ എന്നുള്ളതാണ്. ഈ ഒരു കൺസിസ്റ്റൻസി ഉറപ്പുവരുത്തുന്ന കാര്യങ്ങളാണ് വാട്ട് ടു ഡു എന്നുള്ളത്. ഞാൻ നാളെ എന്തൊക്കെ ഏത് രീതിയിൽ ഏതൊക്കെ ചാപ്റ്റർ പഠിക്കുന്നു എന്നുള്ളത് ഞാൻ ഇന്നേ എന്റെ മൈൻഡിൽ പ്ലാൻ ചെയ്ത് വെച്ചാൽ എന്ത് ചെയ്യും, രാവിലെ ഓട്ടോമാറ്റിക്കലി എന്റെ ബ്രെയിൻ അതിനനുസരിച്ച് വർക്ക് ചെയ്യും. എനിക്ക് ആ സമയമാകുമ്പോൾ ഇരിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു വാട്ട് ടു ഡൂല് നിങ്ങൾ 6 to 9 നിങ്ങൾ ആൻഷ്യന്റ് ആണ് പഠിക്കുന്നത് വിചാരിച്ചു, ഈ ആൻഷ്യന്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ടിക്ക് ഇടണം. ആ ടിക്ക് ഇടുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ദിവസവും കുറച്ച് സമയം PYQ മാറ്റി വെക്കണം കേട്ടോ. ഒരു 1.5 മണിക്കൂർ PYQ. ഈ PYQ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ടിക്ക് ഇടണം. സോ ഇന്നത്തെ ദിവസം മൊത്തം ടിക്കറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തു, നിങ്ങൾ ഇനി ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടാനുണ്ട്. ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം എന്നുള്ളത് ഈ ഒരു വാട്ട് ടു ഡു, അല്ലെങ്കിൽ ഒരു വീക്ക്ലി പ്ലാൻ, ഒരു മന്ത്ലി പ്ലാൻ ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. ഓക്കെ, നോളജ് മാനേജ്മെന്റ് പ്ലാൻ. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം അറിയും എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാം. ഈ അറിയുന്ന നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ ഭയങ്കര എളുപ്പമാണ്. എന്നാൽ എനിക്ക് വേണ്ടതും എനിക്ക് വേണ്ടാത്തതും ഞാൻ റിയലൈസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് വേണ്ടതിന് മാത്രം എന്ത് ചെയ്താൽ മതി, എനിക്ക് എടുത്താൽ മതി.
അപ്പൊ എനിക്ക് തോന്നുകയാണ് സ്പെക്ട്രം എന്നുള്ളത് ഭയങ്കര കട്ടിയുള്ള ബുക്കാണ്. മോഡേൺ ഇന്ത്യക്ക് എനിക്ക് സ്പെക്ട്രം വായിക്കാൻ എന്നെ കൊണ്ട് ഇപ്പം പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, NCERT വായിക്കണം. സോ അതാണ് എന്ത് എനിക്ക് എത്രത്തോളം ഇപ്പൊ അല്ലെങ്കിൽ മോഡേൺ ഇന്ത്യ എനിക്ക് അത്ര പ്രശ്നമൊന്നുമില്ല, എൻ്റെ സ്ട്രോങ് ഏരിയ ആണ്, എനിക്ക് എത്രയും അധികം എനിക്ക് അതിൽ വായിക്കാണെന്നില്ല എന്നുള്ള തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ബാക്കിയുള്ള ഏരിയാസിലേക്ക് ഫോക്കസ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് നോളജ് മാനേജ്മെന്റ് പ്ലാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കണം. സോ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടി ടൈം ടേബിൾ സഹായിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, നാളെ തൊട്ട് ഒരു ദിവസത്തിന്റെ 24 മണിക്കൂർ ഒരു അഡൾട്ടായി ഞാൻ 7 മണിക്കൂർ ഉറങ്ങിയാൽ മതി അല്ലെ, 7 മണിക്കൂർ ഉറങ്ങിയ ബാക്കി മണിക്കൂർ മൊത്തം എനിക്ക് പഠിക്കാനുള്ളതാണ് എന്ന് വിചാരിച്ച് ഞാൻ ഒരു 16 മണിക്കൂറിന്റെയോ അല്ലെങ്കിൽ ഒരു 15 മണിക്കൂറിന്റെ ഒക്കെ ടൈം ടേബിൾ ഉണ്ടാക്കാൻ വെക്കരുത്. ഓക്കെ, നിങ്ങളൊരു ഒരു ഉട്ടോപ്യൻ ലോകത്ത് നിന്ന് പുറത്തു വരണം. നമ്മളൊരു ഹ്യൂമൻ ബീങ്സ് ആണ്. ഈ ഹ്യൂമൻ ബീങ് ആയിട്ട് നമ്മളെ ബ്രെയിനിൽ ലിമിറ്റേഷൻസ് ഉണ്ട്, ഫിസിക്കൽ ലിമിറ്റേഷൻസ് ഉണ്ടാവും, അതുപോലെ നമ്മുടെ മൈൻഡ് എന്നുള്ളത് പെട്ടെന്ന് ഡീവിയേറ്റ് ആയി പോകും. ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് എനിക്ക് എത്ര സമയം ഇതിനു വേണ്ടി പ്രോപ്പർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്ത് കഴിച്ചാലും ഒരു 7 മണിക്കൂർ ഒരു ദിവസം കിട്ടുമോ എന്നുണ്ടെങ്കിൽ ആ ഒരു 7 മണിക്കൂറിനെ ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യേണ്ട കാര്യം. സോ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഒരു റിയലിസ്റ്റിക് ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കണം. വെറുതെ പോയി ആവേശ് കുമാറായിട്ട് 15 മണിക്കൂർ പഠിക്കുന്നു, 1 മണിക്കൂർ VYQ ചെയ്യുന്നു, 6 മണിക്കൂർ ഉറങ്ങുന്നു എന്നുള്ളതൊന്നും ടൈം ടേബിളിൽ ഉണ്ടാക്കി വെക്കരുത്. ഒരു 8 to 8 hours ഒക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ 8 hours പേപ്പർ 1ഉം പേപ്പർ 2ഉം VYQസും ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു ടൈം ടേബിൾ നിങ്ങൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങൾക്കാണ് അറിയുന്നത്, നിങ്ങൾക്ക് രാവിലെ ആണ് ടൈം മാറ്റി വെക്കാൻ പറ്റുക, രാത്രിയാണ് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക, ഈവനിങ് ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അത് നിങ്ങൾക്കാണ് അറിയാം. നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് ഫാമിലി റെസ്പോൺസിബിലിറ്റി ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടാണോ പഠിക്കുന്നതൊക്കെ നിങ്ങൾക്കാണ് അറിയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആ രീതിയിൽ റിയലിസ്റ്റിക് ടൈം ടേബിൾ ഉണ്ടാക്കണം. ഇനി എത്രയോ എഫേർട്ട് എടുത്തിട്ടും ലൈക്ക് എന്തുകൊണ്ടൊക്കെ പല ആൾക്കാരും ഫെയിലർ ആവുന്ന ഒരു സിനാരിയോ കാണാറുണ്ട്. പല ആൾക്കാർ 5-6 ഒക്കെ അറ്റംപ്റ്റ് എടുത്തിട്ട് എന്തുകൊണ്ടൊക്കെ ഫെയിൽ ആവുന്ന ആൾക്കാരുണ്ട്. എന്തായിരിക്കും ഈ ഫെയിൽ ആവുന്നതിന്റെ ഘടകം അല്ലെങ്കിൽ എന്തൊക്കെ കാരണമായിരിക്കും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇപ്പോഴേ ഇതൊക്കെ കാരണം ആൾക്കാർ പരാജയപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നുള്ളത് സിലബസ് ഭയങ്കര വാസ്റ്റ് ആണ്. ഈ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ഓടി എത്താത്ത ആൾക്കാരുണ്ടാവും. ഈ ഓടി എത്താത്ത ആൾക്കാർ ആരായിരിക്കും, ലാസ്റ്റ് തുടങ്ങിയ ആൾക്കാർ. നേരത്തെ ഓടി തുടങ്ങുന്നവർക്ക് എന്താണ്, അവരെത്തിയിട്ടുണ്ട്. നേരത്തെ എന്താണ് ഏറ്റവും ചെയ്യേണ്ട കാര്യം എന്നുള്ളത് സിലബസ് മനസ്സിലാക്കിയിട്ട് സ്റ്റാർട്ട് ആസ് സൂൺ ആസ് പോസിബിൾ. എത്രയും പെട്ടെന്ന് തുടങ്ങാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തുടങ്ങും. നിങ്ങൾ വിചാരിക്കരുത് അയ്യോ 6 മാസം ഉണ്ടല്ലോ എക്സാമിന്, 6 മാസത്തിൽ ഒരു 3 മാസമൊക്കെ മതി എന്ന് വിചാരിച്ച് അവിടെ നിൽക്കരുത്. 6 മാസം നിങ്ങളൊന്ന് മനസ്സിറങ്ങി കഴിഞ്ഞാൽ ഒന്ന് ട്രാക്കിലായി വരുമ്പോൾ തന്നെ 1 മാസം 1.5 മാസമൊക്കെ എടുക്കും. പിന്നെ അങ്ങോട്ട് അത്രേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ ഒരു 6 മാസമൊക്കെ വേണ്ടി വരും. നിങ്ങളൊരു എക്സാമിന്റെ 4 മാസം മുന്നെയാണ് നെറ്റ് എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ നിങ്ങൾ എന്നാണോ പ്ലാൻ ചെയ്യുന്നത് അന്നോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഇട്ട് തുടങ്ങണം എന്നുള്ളതാണ്. പിന്നെ പലരെയും തോൽപ്പിക്കുന്ന മറ്റൊരു ഘടകം ഇൻകൺസിസ്റ്റൻസിയാണ്. ഇന്ന് പഠിക്കും, 2 ദിവസം പഠിക്കൂല, 3-ാമത്തെ ദിവസം പഠിക്കും, അപ്പത്തേനെ മിന്നാന്ന് പഠിച്ചൊക്കെ മറന്നുണ്ടാവും, മിന്നാന്ന് ഇരുന്ന പോലെ ഇരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഒക്കെ ആ ഒരു ട്രാക്ക് കീപ്പ് ചെയ്യണം. വൺസ് നമ്മൾ 8 hours അല്ലെങ്കിൽ 7 hours ഇരുന്ന് തുടങ്ങിയെങ്കിൽ 5 hours 4 hours വാട്ടർ ഇറ്റ് മേ ബി ഇരുന്ന് തുടങ്ങിയാൽ എന്താണ്, നിങ്ങൾ ആ ഒരു ട്രാക്കിൽ ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ ഒരുപാട് സൈക്കോളജിക്കൽ വശങ്ങളുണ്ട്. ഒന്നല്ല നമ്മുടെ ബ്രെയിൻ അതിനായിട്ട് അഡ്ജസ്റ്റ് ആവും. നമ്മൾ ഇരിക്കുന്ന ആ ഒരു ടൈമിൽ ബ്രെയിൻ ഭയങ്കര ആക്റ്റീവായി തുടങ്ങും. അപ്പൊ ബ്രെയിന് മനസ്സിലായി ഇത് ഞാൻ പണിയെടുക്കേണ്ട സമയമാണ്, അപ്പൊ ഇയാൾ പണിയെടുക്കുന്ന സമയം ഇതാണ്, അപ്പൊ ഈ സമയത്ത് എന്ത് ചെയ്യണം, ഞാൻ മാക്സിമം ആക്റ്റീവായിട്ട് ഇരിക്കണം എന്നുള്ളത് ബ്രെയിന് മനസ്സിലാവും. അപ്പൊ നമ്മൾ ആ ഒരു പാറ്റേൺ ആ ഒരു ട്രാക്കിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. പിന്നെ അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സുകളും ആൻസൈറ്റികളും എക്സാം ഫിയേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. പ്രൗഡ്ലി ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. എക്സാം ഒക്കെ എഴുതാൻ പോലും വരച്ച് പണ്ടാറടങ്ങിയിട്ടാണ് എക്സാം ഹാളിൽ കയറിയിട്ടുണ്ടായത്. ഭയങ്കര എക്സാം പേടിയുള്ള ഒരാളായിരുന്നു. സോ അത് നല്ലത് എന്താണ്, ആ ഒരു സ്ട്രെസ്സും ആൻസൈറ്റിയും നമ്മൾ ഡീൽ ചെയ്യാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര എക്സാം ഫിയർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ഭയങ്കരമായിട്ട് പേടി വരിക എന്നുള്ളത് നമ്മൾ ഭയങ്കര എഫേർട്ട് ഇട്ടിട്ടെങ്കിലും ശരിക്കും അയ്യോ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കിട്ടാതായി പോകുമോ എന്നുള്ളൊരു ടെൻഷനാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. എന്റെ കേസിൽ എനിക്ക് ഞാനാ ചിന്തിക്കും എത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത് കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാ വീട്ടുകാരെ മുമ്പിൽ നോക്കാം. ഒരു 3 മാസം ഒന്നും കിച്ചണിൽ കയറിയിട്ടില്ല പണിയെടുക്കാൻ, പഠിക്കാൻ തന്നെ പറഞ്ഞുകൊണ്ടെന്ന്. ഇപ്പൊ ഇതെല്ലാം ഇവരൊക്കെ ഫേസ് ചെയ്യേണ്ട, നെറ്റെങ്ങാനും കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാണ് എല്ലാവരും ഫേസ് ചെയ്യാന്നൊക്കെ ഉള്ള ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും, ഒരുപാട് സ്ട്രെസ്സുകൾ ആൻസൈറ്റികളൊക്കെ ഉണ്ടാവും. ഇതിനൊക്കെ പഠിക്ക് പുറത്ത് വെച്ചിട്ട് നിങ്ങൾ എക്സാം എഴുതും. എന്താണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലും JRF കിട്ടണം എന്നുള്ളതിൽ ഇപ്പൊ നമുക്ക് മനസ്സിലാണ് അനാവശ്യമായി ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ എന്റെ ഫ്യൂച്ചറിനെയാണ് അത് ബാധിക്കുന്നത്.
ഒരു ഡീപ് ബ്രീത്തോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ വിശ്വാസപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു സ്ട്രെസ്സിനെയും ആൻസൈറ്റിനെയും ഡീൽ ചെയ്യുന്നുള്ളതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എക്സാമിന് 2 ദിവസം മുന്നേക്ക് എന്ത് ചെയ്യുക, ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് എടുക്കാം. അതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതിന് ഒരു പരിധി വരെ യോഗയും മെഡിറ്റേഷനൊക്കെ ഹെൽപ്ഫുൾ ആയി കേട്ടോ. പിന്നെ ടൈം മാനേജ്മെന്റ്. എക്സാം ഹാളിൽ പലരും പറയും ഡാറ്റ ചെയ്യാൻ സമയം കിട്ടിയില്ല. ഈ ഡാറ്റ ചെയ്യാൻ സമയം കിട്ടാത്ത ഒരാളെ സംബന്ധിച്ച് അയാളുടെ പേപ്പർ പണ്ട് 10 മാർക്കാണ് പോയത്. ഈ 10 മാർക്ക് എന്നുള്ളത് ഹിസ്റ്ററിക്കൊക്കെ അത്യാവശ്യം മാർക്ക് ഉണ്ടാവും. 2, 3, 4 മാർക്കിനൊക്കെ എന്ത് ചെയ്യും, JRF നെറ്റ് ഒക്കെ പോകും. കാരണം എന്തുണ്ട്, 10 മാർക്ക് പേപ്പർ വേണമെന്ന് പോയിട്ടുണ്ട്. സോ ഈ ടൈം മാനേജ്മെന്റ് കാരണം ഒരുപാട് ആൾക്കാർ അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ട് പോയിട്ടും എന്താവും, ഇങ്ങനെ എക്സാം ക്രാക്ക് ചെയ്യാത്ത അവസ്ഥയിലെത്തും. നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം എന്നുള്ളത് ഏറ്റവും ഫസ്റ്റ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞെടുക്കുന്ന ഒരു സ്ട്രാറ്റജി എന്നുള്ളത് പേപ്പർ 2 നിങ്ങൾ ആദ്യം ചെയ്തോളൂ. എന്നിട്ട് ഒരു 1.5 മണിക്കൂറൊക്കെ പേപ്പർ 2, 1.5 മണിക്കൂർ മാക്സിമം. കാരണം എന്താ വെച്ചാൽ ഈ പേപ്പർ 2 അത്യാവശ്യം കുറെയൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ട് വായിക്കാന്നുള്ളതാണ്. കാരണം നമ്മളെ പേപ്പർ ഹിസ്റ്ററിയാണ്, നമുക്ക് എക്കണോമിക്സ് പോലെ ഒരുപാട് സ്റ്റാറ്റ് പോലെ ചെയ്ത് നോക്കാന്നില്ലല്ലോ. പേപ്പർ ചോദ്യം കാണാൻ ഉത്തരം ഏതാണെന്ന് നോക്കി വെക്കുക, കുറച്ചൊക്കെ ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതവിടെ വിടുക. എന്നിട്ട് ഒരു 1.5 മണിക്കൂറിൽ കഴിഞ്ഞാൽ പേപ്പർ 1ലേക്ക് വരിക. കാരണം എന്താണ്, ഒരു മിനിമം 1.5 മണിക്കൂർ പേപ്പർ 1ന് ഡാറ്റ ഒക്കെ ചെയ്ത് വരുമ്പോൾ മിനിമം 1.5 മണിക്കൂർ എന്നല്ല, 1 മണിക്കൂർ 50 മിനിറ്റ് ഒക്കെ നമുക്ക് തീർക്കാം. ഇൻ കേസ് ഡാറ്റ ഒക്കെ ഒരു ടഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും സമയം വേണ്ടി വരും. എന്നിട്ട് എന്ത് ചെയ്യാം, എക്സാം തീരാവുന്ന ഒരു 1/4 മണിക്കൂർ മുന്നേ വീണ്ടും പേപ്പർ 2 പോയിട്ട് സ്കിപ്പ് ആക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഏതെങ്കിലുമൊക്കെ പിന്നെ ചെയ്യാം എന്ന് കരുതി വിട്ടിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും. മാക്സിമം ഫസ്റ്റ് തന്നെ എല്ലാം ചെയ്യാന്നുള്ളതാണ്. കാരണം എന്താണ്, അറിയുന്നൊക്കെ ചെയ്യാം, അറിയാത്തത് കുറച്ച് ചിന്തിച്ചിട്ട് ചെയ്യാം. അറിയുന്നൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോയാൽ 1.5 മണിക്കൂർ ധാരാളം. അറിയാത്തതിനെ നമുക്ക് എന്ത് ചെയ്യാം, 2 മിനിറ്റ് ഒക്കെ എടുത്ത് ചിന്തിക്കാം. പിന്നെ അതായത് ആ രീതിയിൽ നമ്മൾ ഇതിനെ ഷെഡ്യൂൾ ചെയ്യണം എന്നുള്ളതാണ്. പേപ്പർ 2 ആദ്യം ചെയ്ത് പോവുക, പേപ്പർ 1 പിന്നീട് വന്ന് സമയം എടുത്ത് ചെയ്യുക. ഒരു 1.5 മണിക്കൂറൊക്കെ മുന്നേ പേപ്പർ 2 അവിടെ നിർത്തുക, പേപ്പർ 1ലേക്ക് വന്ന് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചെയ്യാനുള്ളത്. ഓക്കെ, സോ ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഓരോ രീതിയിലായിക്കോട്ടോ. ചില ആൾക്കാർക്ക് മാത്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഭയങ്കര സമാധാനക്കേടാണെങ്കിൽ അന്നത്തെ ഫസ്റ്റ് മാർക്സ് അവിടെ ചെയ്ത് തീർത്തിട്ട് ബാക്കി ഓടി ചെയ്യാന്നുള്ളതാണ് ചെയ്യാനുള്ളത്. പിന്നെ PYQs മതിയായിട്ട് റെഫർ ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമാണ്. കാരണം PYQs എന്നുള്ളത് ഇറ്റ്സ് ആൻ എക്സലന്റ് സോഴ്സ്. അതൊരു സോഴ്സ് ആണ്. അല്ലെങ്കിൽ നമ്മൾ റെഫർ ചെയ്യുന്ന പോലെ ഒരു ബുക്ക് റെഫർ ചെയ്യുന്ന പോലെ റെഫർ ചെയ്യേണ്ട ഒരു മേഖലയാണ് PYQs എന്നുള്ളത്. കാരണം ഈ PYQs വായിച്ച ഒരാളെ സംബന്ധിച്ച് ഞാനിപ്പം എന്താണ് ഐഫോൺ ക്ലാസ് ഈ ഒരു എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു 101% ഷുവർ ആയിരുന്നു NTA ജഹാംഗീറിന്റെ പെയിന്റിങ്ങിനെ പറ്റി ചോദിക്കും എന്നുള്ളത്. അതുപോലെ ഞാൻ പ്രിഡിക്ട് ചെയ്ത് മാറ്റുന്നതിന് സവർക്കറിനെ പറ്റി ചോദിക്കുന്നുണ്ട്. സവർക്കറിനെ പറ്റി എന്തോ കൊണ്ടോ ഈ ഒരു ടേം ചോദിച്ചിട്ടില്ല, പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്, പെയിന്റിങ്സിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ടാണ്. സോ ഒരുപാട് PYQs നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ചോദിക്കും എന്നുള്ളത്. അപ്പൊ ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി ചോദിക്കുന്നുള്ളത്. കാരണം ആ ഒരു ടേമിൽ ഒരു 3-4 ക്വസ്റ്റ്യൻ ടേംസിൽ 2-3-4 ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് എന്തുണ്ടായിരുന്നു, സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു ബയോഗ്രഫി കംപ്ലീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു എക്സാം പഠിച്ചിട്ട് പോയത്. എനിക്ക് ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ബോസിനെ സംബന്ധിച്ച് പറ്റിയിട്ടില്ല. ഇതാണെന്നുള്ളത് PYQs പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരെ പറ്റി എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് നമുക്ക് സഹായിക്കുന്ന ഒരു ഘടകമാണ് PYQs എന്നുള്ളത്. ഓക്കെ, സോ ഇതൊന്നും മതിയായിട്ട് മനസ്സിലാകാത്ത ഒരാളെ സംബന്ധിച്ച് എന്ത് ചെയ്യും, അയാൾ എക്സാമിന് ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു പ്രോബിലിറ്റി അവിടെ കുറയും. ഇനി എങ്ങനെയാണ് എയ്ഫറേറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് എങ്ങനെയാണ് ഈ ഒരു ചലഞ്ചസിനൊക്കെ ഓവർകം ചെയ്യുന്നത്? ഒന്നെന്നുള്ളത് നമ്മുടെ ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു ഇമോടെക് എംബഡഡ് സിസ്റ്റം ആണ്. ലൈക്ക് നിങ്ങൾക്ക് ഒരേ സമയം വേണ്ട പഠിക്കാനുള്ള മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിനൊപ്പുറത്ത് നിങ്ങളുടെ സ്ട്രെസ്സിനെയും ആങ്സൈറ്റിയുടെയും നിങ്ങളുടെ കൺസേൺസിനെയും പ്രശ്നങ്ങളെയൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ടിംഗ് സിസ്റ്റം ഐഫറിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഒന്നുള്ളത് അനീസ് സാറിനെ പോലെ അത്രയും ഒരുപാട് സബ്ജക്ട്സിൽ ഒരുപാട് വർഷങ്ങൾ ഈ ഒരു എക്സാം ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ ഗൈഡൻസ്, പിന്നെ മെന്റർ. നിങ്ങൾക്ക് ഒരു 1-to-1 മെന്റർ ഉണ്ടാവും ഫ്രം മോർണിംഗ് ടു നൈറ്റ്. നിങ്ങൾക്ക് ഇപ്പൊ എന്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലും ആ ഡൗട്ട് ചോദിക്കുക. നിങ്ങളിപ്പോ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിക്കാനുള്ള ഒരാളാണ് നിങ്ങളുടെ മെന്റർ എന്നുള്ളത്. ഒരു മെന്ററിങ് എന്നുള്ളത് അതൊരു ഭയങ്കര ഒരു ആസ്പെക്ട് ആണ് കേട്ടോ. ഇപ്പൊ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു മെന്ററിന്റെ ഒരു ഗൈഡിന്റെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പല കാര്യത്തിലും അത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഗൈഡ് ചെയ്യും. അത് കേവലം അക്കാഡമിക് മാത്രമല്ല, അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരു സൈക്കോളജിക്കൽ ഇമോഷണൽ സപ്പോർട്ടും അത് ഉറപ്പുവരുത്തും എന്നുള്ളതാണ്. പിന്നെന്നുള്ളത് നമുക്ക് എന്തുണ്ട്, എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. ലൈവ് ക്ലാസ്സസ് അതാണ് ഐഫർ ഈസ് എ ബാക്ക് ബോൺ ടു ക്വാളിഫൈ നെറ്റ് എന്ന് പറഞ്ഞ പോലെ. നമുക്ക് എന്താണ് ആ ഒരു ഐഫറിന്റെ പ്ലാറ്റ്ഫോമിൽ വൺസ് കഴിഞ്ഞവർക്ക് ഇത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എങ്ങനെയായിരുന്നു പഠിച്ചിറങ്ങിയത് എന്നുള്ളത്. നമ്മളൊക്കെ നല്ല വെറുപ്പിച്ചിട്ടുണ്ടാവും മെന്ററിന്. സാറ് അത് ചെയ്തിട്ട് അതൊന്നും കിട്ടുന്നില്ല, അല്ല പഠിച്ചിട്ടും PYQs ഒന്നും ആൻസർ കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ എപ്പോഴും നമുക്ക് ഇങ്ങനെ കൺസേൺസ് ഷെയർ ചെയ്യാൻ ഒരാളുണ്ടാവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ഇതേ ജേർണി കടന്നുപോയ ഒരാളോട് ഇപ്പൊ എനിക്ക് വീട്ടിൽ പോയിട്ട്
ഇപ്പൊ എനിക്ക് വീട്ടിൽ പോയിട്ട് ഉമ്മനോട് ഇത് പറയുന്നതിനപ്പുറത്തേക്ക്, കാരണം എന്റെ കൂടെയുള്ള ആൾക്കാർ ഈ ജേണി കടന്നു പോയിട്ടില്ലെങ്കിൽ എന്താണ് എന്റെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ ഇത് മനസ്സിലാവുന്ന ഒരാളാണ് നമ്മുടെ മെന്ററായിട്ട് ഉണ്ടാവുക. ഇതേ ജേണി കടന്നു പോയ ഒരാളാണ് മെന്ററായിട്ട് ഉണ്ടാവെങ്കിൽ എന്ത് ചെയ്യും, ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ തീരും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നല്ലൊരു സ്റ്റഡി പ്ലാൻ അത് ഐഫർ പ്രൊവൈഡ് ചെയ്യും. എന്ന രീതിയിലാണ് ലൈവ് ക്ലാസ് ഉണ്ടാവുക, ഇന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസ് നടത്തുക, ഇന്ന രീതിയിൽ നിങ്ങൾക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ ഈ ടെസ്റ്റിന് വേണ്ടി നിങ്ങൾ ഇന്ന പോർഷൻസ് പഠിക്കാന്നുള്ള ഒരു എക്സലന്റ് സ്റ്റഡി പ്ലാൻ ഐഫറിന്റെ എല്ലാ കുട്ടികൾക്കും ഐഫർ പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. സോ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ടൈം ടേബിൾ, ആ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്ന വലിയൊരു ടാസ്ക് അത് ഐഫർ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് സയന്റിഫിക് ആയിട്ട് ചെയ്തു തരും എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും PYQs ഇ ബുക്സും ഐഫറിൻ്റെതായിട്ടുള്ള കോംപ്രഹെൻസീവ് സ്റ്റഡി മെറ്റീരിയൽസും പിന്നെ ലൈവ് ക്ലാസ്സിന്റെ PPTസും PDFs ഒക്കെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ നമ്മുടെ പ്രിപ്പറേഷനെ സഹായിക്കും എന്നുള്ളതാണ്. സോ ആ ഒരു സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഐഫർ തന്നെ പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ഐഫറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്നുള്ളത് ടെസ്റ്റ് ആണ്. എപ്പോഴും ഈ ഒരു ടെസ്റ്റ് ആണ് ശരിക്കും ഒരു മെയിൻ ഘടകം എന്നുള്ളത്. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണ് പറയാം. നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അതിലേക്ക് ഇങ്ങനെ നമ്മൾ വഴങ്ങും. എല്ലാ ദിവസവും ഡെയിലി ടെസ്റ്റ് ഉണ്ടാവും, എല്ലാ വീക്കും വീക്കിലി ടെസ്റ്റ് ഉണ്ടാവും. അതിൽ തന്നെ മാസത്തിന്റെ അവസാനത്താണെങ്കിൽ മെഗാ വീക്കിലി ടെസ്റ്റ് ഉണ്ടാവും, ഓരോ മാസവും മന്ത്ലി ടെസ്റ്റ് ഉണ്ടാവും. ഇതൊക്കെ കൂടാതെ എക്സാം അടുക്കുന്ന സമയത്ത് ഐഫറിന്റെ ഒരു യുണീക്ക് എക്സാം ഉണ്ടാവും, ഐഫർ റിസർച്ച് ഫെലോഷിപ്പ് എക്സാം എന്നുള്ളത്, അല്ലെങ്കിൽ ARF എക്സാം എന്നുള്ളത്. ഇത് കറക്റ്റ് എൻറ്റേഡ് എക്സാം എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ പേപ്പർ 1 50 ക്വസ്റ്റ്യൻ, പേപ്പർ 2 100 ക്വസ്റ്റ്യൻ, 3 മണിക്കൂർ ടൈമറൊക്കെ വെച്ച് ആ 3 മണിക്കൂർ കഴിഞ്ഞാൽ ടെസ്റ്റ് ഓട്ടോമാറ്റിക്കലി ഡിസേബിൾ ആവും. ആ രീതിയിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു നെറ്റ് എക്സാമിന് മുന്നേ ഒരു നെറ്റ് എക്സാം എഴുതാണ്, ഒരു മോഡൽ എക്സാം പോലെ. സോ അതാണ് ARF എക്സാം എന്നുള്ളത്. ഇതും ഐഫറിന്റെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ്. സോ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്റ്റുഡൻസിനെ വീണ്ടും നെറ്റ് എക്സാമിന്റെ ഒരു ഇതിലേക്ക് പോകുമ്പോൾ അവിടെ ഒരുപാട് സ്ട്രെസ്സുകളും ആൻസൈറ്റികളൊക്കെ ഇവിടെ തീരുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ സ്റ്റുഡന്റ് ഗ്രോത്ത് റിപ്പോർട്ട്, ഇപ്പൊ ഇവിടെ ഐഫറിന്റെ ഭാഗമായിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് അവർക്കറിയാം അവർ എത്ര ലൈവ് ക്ലാസ് കാണുന്നുണ്ട് എന്നുള്ളതിന്റെ ഗ്രാഫ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും, അവർ എത്രത്തോളം ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, എത്ര അറ്റൻഡ് ചെയ്യാനുണ്ട് എന്നുള്ളത്. ഇങ്ങനെ എല്ലാത്തിനും അവരുടെ ഒരു ഗ്രോത്ത് റിപ്പോർട്ട് അവരുടെ സ്കോറിനെ ബേസ് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടിക്കൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു സെൽഫ് ഇവാലുവേഷനും സെൽഫ് അസസ്മെന്റ് ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് മാറും. പിന്നെ ഐഫറിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ഫീച്ചറാണ് ആക്ടിവിറ്റി ഗ്രൂപ്പ് എന്നുള്ളത്. ഈ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ എന്റെയൊക്കെ സംബന്ധിച്ച് എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള റോൾ വഹിച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്ടിവിറ്റി ഗ്രൂപ്പാണ്. ഇവിടെ നമ്മളന്ന് മെന്റർ ആയിരുന്ന ആഷിഖ് സാറായിരുന്നു. ആഷിഖ് സാർ ഒരുപാട് ചാപ്റ്റേഴ്സ് EPG പദശാലന്റെ ഇഗ്നോന്റെ ഒക്കെ മെറ്റീരിയൽസ് ഇങ്ങനെ ഒരുപാട് അയക്കും. എന്നിട്ട് ഓരോരോ ആൾക്കാരോട് ഓരോ മെറ്റീരിയൽ റെഫർ ചെയ്യാൻ പറയും. എന്നിട്ട് നമ്മുടെ ആക്ടിവിറ്റി ഗ്രൂപ്പിന്റെ അത് ഗൂഗിൾ മീറ്റിലാണ് ഉണ്ടാവുക. ലൈവ് ക്ലാസ് സൂമിൽ ഉണ്ടാവും, നമ്മുടെ തന്നെ ഒരു ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്തിട്ട് വന്ന ഓരോ കുട്ടിയും ആ കുട്ടി എന്താണ് ചാപ്റ്റർ, ഏത് ചാപ്റ്റർ ആണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അതിങ്ങനെ പ്രസന്റ് ചെയ്യും, ബാക്കിയുള്ളവർ നോട്ട് ചെയ്തെടുക്കും. സോ എന്താണ്, ഒരാൾ ഒരു 5 ആൾക്കാർ ഭയങ്കര ആക്റ്റീവായിട്ട് ആക്ടിവിറ്റി ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ഒരാൾ ഒരു ചാപ്റ്റർ പഠിച്ച് നോട്ട് ഉണ്ടാക്കിയാൽ മതി. ബാക്കി എന്ത് ചെയ്യും, ബാക്കി 5 ചാപ്റ്റർ എന്താണ് എന്നുള്ളതും 5 ചാപ്റ്ററിന്റെ എക്സലന്റ് നോട്ടും കൂടെ ഇരിക്കുന്ന ആ ഒരു ഫ്രണ്ട് തരും എന്നുള്ളതാണ്. സോ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ആക്ടിവിറ്റി ഗ്രൂപ്പ് എന്നുള്ളത്. നമുക്ക് ഭയങ്കര അക്കാഡമിക്കലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു പിയർ ഗ്രൂപ്പ് ഒക്കെ ബിൽഡ് ചെയ്യാൻ, നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പിയർ ഗ്രൂപ്പ് ഒക്കെ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആക്ടിവിറ്റി ഗ്രൂപ്പ് എന്നുള്ളത്. പിന്നെ JRF ക്ലബ്ബ് എന്നുള്ളത്. എന്താണ് എനിക്ക് ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്നുള്ളത് ഏറെക്കുറെ പ്രെഡിക്റ്റ് ചെയ്തിട്ടാണ് JRF ക്ലബിന്റെ ക്ലാസ് എടുക്കുക. അത്രയും റെലവെന്റ് ആയിട്ടുള്ള, ഇത് പഠിച്ചാൽ തീർച്ചയായിട്ടും കുട്ടിക്ക് മാർക്ക് കിട്ടും എന്ന് ഉറപ്പ് വരുന്ന കുറച്ച് ഏരിയാസ് ഉണ്ടാവും. ഈ ഏരിയാസിനെ ബേസ് ചെയ്തിട്ടൊക്കെ JRF ക്ലബിൽ ക്ലാസ് ഉണ്ടാവും. ഇതെന്തിനാണ്, നിങ്ങളെ JRFലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു JRF ക്ലബ് എന്നുള്ളത്. പിന്നെ പോഡ്കാസ്റ്റ്, നമ്മുടെ ഇമോഷണലി ഡൗൺ ആയി കിടക്കുമ്പോൾ ഒക്കെ എന്ത് ചെയ്യും, ഐഫറിന്റെ ഈ ഒരു ആപ്പിൽ പോഡ്കാസ്റ്റ് അവൈലബിൾ ആണ്. ഇവിടെ നമ്മളെ പോലെ പ്രിപ്പയർ ചെയ്തിട്ട് പിന്നീട് ജയിച്ച ആൾക്കാർ, അല്ലെങ്കിൽ 5 അറ്റംപ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നീട് നെറ്റും JRF ഒക്കെ ഒരുമിച്ച് JRF ഒക്കെ അടിച്ച ആൾക്കാർ, ഇവിടെയൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് സ്റ്റോറീസും ഷെയറിംഗ് ഒക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് പോഡ്കാസ്റ്റ് എന്നുള്ളത്. സോ നമ്മുടെ ആ ഒരു ഇമോഷണൽ വെൽബീയിങ്ങിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഈ ഒരു പോഡ്കാസ്റ്റ് സഹായിക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സ്ട്രെസ്സും ആൻസൈറ്റി ഒക്കെ ഉള്ള ആൾക്കാർ, അവർക്കൊക്കെ ഉള്ള ആളാണ് ഐഫറിന്റെ ഹാപ്പിനെസ് ഓഫീസേഴ്സ്, അല്ലെങ്കിൽ മിത്ര എന്നാണ് നമ്മൾ പഠിക്കുമ്പോൾ പറയാനുള്ളത്. സോ എന്ത് ചെയ്യും, നമുക്ക് എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ടെക്നിക്കൽ ടെൻഷൻ ആവാം, നമുക്ക് പഠിച്ചെത്താത്ത ടെൻഷൻ ആവാം, അല്ലെങ്കിൽ മെന്റലി നമുക്ക് എന്തെങ്കിലുമൊക്കെ സൈക്കോളജിക്കലി എന്തെങ്കിലും സ്ട്രെസ് ഒക്കെ ആയിരിക്കും, ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഐഫറിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഒരു ഹാപ്പിനെസ് ഓഫീസേഴ്സ് എന്നുള്ള ആൾക്കാർ.
ഓക്കെ, സോ ഇതൊക്കെയാണ് ഐഫറിന്റെ ഒരു ഫീച്ചേഴ്സ് എന്നുള്ളത്. സോ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഐഫറിന്റെ മിഷൻ JRF പ്രീമിയർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഓൺഗോയിങ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഐഫറിന്റെ ഭാഗമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ക്രീനിൽ കാണിച്ച നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നെറ്റിന് JRFയിലേക്ക് എത്തിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഓൾറെഡി നെറ്റ് ഉള്ളവരെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ക്വസ്റ്റ്യൻ അനാലിസിസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ റെസ്പോൺസ് ഷീറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഈ ക്വസ്റ്റ്യൻ റെസ്പോൺസ് ഷീറ്റിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എവിടെയൊക്കെയാണ് നമുക്ക് തീരെ ഒരുപാട് സ്കോറൊക്കെ പോയിട്ടുള്ളത്, അല്ലെങ്കിൽ തെറ്റിച്ചതൊക്കെ ഇതാണ്. സോ ആ ഒരു ഏരിയാസ് ഒക്കെ നിങ്ങൾ ആദ്യം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ആ ഒരു ഏരിയയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്ത് ചെയ്യരുത്, ആ ഏരിയയിൽ മാർക്ക് പോവരുത് എന്നുള്ളതാണ്. പിന്നെ പേപ്പർ 1 ഡീസെന്റ് അല്ലാത്ത സ്കോറാണ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പേപ്പർ 1 കുറച്ചും കൂടി സ്കോർ ഉണ്ടെങ്കിൽ JRFയിലേക്ക് എത്തും എന്നൊക്കെ തോന്നുകയാണെങ്കിൽ പേപ്പർ 1 ഇംപ്രൂവ് ആക്കുക. അതേസമയം പേപ്പർ 2 റിവിഷൻ നടക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അടുത്ത എക്സാമിന് പോകുമ്പോൾ പേപ്പർ 1 പഠിച്ച കൂട്ടത്തിൽ പേപ്പർ 2 ആദ്യം പഠിച്ചതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. സോ ആ ഒരു അവസ്ഥ ഇരുന്നത് പേപ്പർ 2 ഇമ്പോർട്ടന്റ് തന്നെയാണ്, അതിന്റെ കൂടെ പേപ്പർ 1 കുറച്ചുകൂടി ഇംപ്രൂവ് ആക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി പേപ്പർ 2 പേപ്പർ 1 ഡീസെന്റ് സ്കോർ ആണ്, JRFയിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ആദ്യം പഠിച്ചത് അതേ പാറ്റേണിൽ ഒന്നുകൂടി പഠിച്ച ഷുവർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, JRFയിലേക്ക് എത്തും. കാരണം നിങ്ങളുടെ സ്ട്രാറ്റജിയോ നിങ്ങളുടെ പ്ലാനിങ്ങോ ഒന്നും പേച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കിട്ടൂലായിരുന്നു. എസ്പെഷ്യലി ഹിസ്റ്ററി പോലത്തെ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് നെറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആ റൈറ്റ് ട്രാക്കിൽ കുറച്ചും കൂടെ ഒക്കെ അഡീഷൻസ് വരുത്താൻ ശ്രമിക്കുക. മാക്സിമം കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു നോക്കുക. ഒന്നുകൂടി അധികം PYQs ചെയ്യാനുള്ള ശ്രമം നടത്തുക. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെ, സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു, ഹെൽപ്ഫുൾ ഫോർ യു. ഒരു വെബിനാർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസോ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോയുടെ ചാറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഐ വിൽ റെസ്പോണ്ട്. ഓക്കെ, സോ താങ്ക് യു.